നമസ്കാരം. ചൊറിയാതെ വയ്യയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ചൊറിയാതെ വയ്യ എന്നുള്ള നമ്മുടെ ഈ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെയാണ് എല്ലാ പ്രേക്ഷകർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഇതിന്റെ ദിവസങ്ങൾ പറയുന്നത് കൂടുതൽ ആളുകളുടെ ആ ഒരു പ്രാതിനിധ്യം വരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം നമ്മൾക്ക് നിങ്ങളുടെ കമന്റിലൂടെ നമ്മൾക്ക് വിഷയങ്ങൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കമന്റുകൾ ഇവിടെ രേഖപ്പെടുത്താം. ഈ വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചൊറിയാതെ വയ്യയിൽ നിങ്ങൾക്ക് കമന്റുകൾ നിങ്ങളതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അതിൽ കാര്യപ്രസക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ ലൈവിൽ തന്നെ നമ്മൾ അത് കാര്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ മാന്യ പ്രേക്ഷകർ നമ്മുടെ കൂടെ തന്നെ പോരുക. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മുടെ മാന്യ പ്രേക്ഷകർക്ക് ചൊറിയാതെ വഴിയിലേക്ക് സ്വാഗതം. ടീച്ചർ ആദ്യം തന്നെ ചൊറിഞ്ഞോളൂ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും ഹൃദ്യമായി ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പറയാനുള്ളത് മറ്റൊന്നുമല്ല, ഇന്ന് ഒരു വാർത്ത നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. ഒരുപാട് മാധ്യമങ്ങളൊന്നും കവർ ചെയ്തിട്ടില്ല വാർത്ത. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ദത്തെടുത്ത കുട്ടികൾ എന്ന് വിളിക്കപ്പെടുന്ന കോർബ ഗോത്രവർഗ വിഭാഗത്തിലെ 56 കുടുംബങ്ങളിലെ 200 പേര് ഹിന്ദുമതം സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് യോജിക്കുന്ന ആളല്ല. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഇവരെന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല. ഈ വാർത്തകൾ എന്തിനാണ് മുക്കുന്നത്? ഇനിയിപ്പോ ഇസ്ലാം മതത്തിലേക്കായിരുന്നു ഈ 56 കുടുംബങ്ങളിലെ 200 പേര് വന്നിരുന്നതെങ്കിൽ ഏതാണ്ട് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അതെടുത്ത് ഹൈലൈറ്റ് ചെയ്യുമായിരുന്നു. മാത്രമല്ല ഇവര് പെരുന്നാൾ ചിലപ്പോ ഇന്നേക്ക് മാറ്റുമായിരുന്നു. പെരുന്നാൾ അതാണ് കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങളിലൂടെയാണ് ഇവര് സനാതന ധർമ്മത്തിലേക്ക് മടങ്ങിയത് എന്നാണ് ഇവര് പറയുന്നത്. എന്തായിരുന്നാലും പ്രബൽ പ്രതാപ് സിംഗ് എന്ന ഒരാളിന്റെ നേതൃത്വത്തിലായിരുന്നു അവര് ഹിന്ദു മതത്തിലേക്ക് വന്നത്. റായ്ഗഡ് ജില്ലയിലെ ബർഗട്ടിൽ വെച്ചായിരുന്നു ഇവര് ഈ മതത്തിലേക്ക് വരുന്ന ചടങ്ങുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. അതിലേറെ രസകരം, കാവിക്കൊടിയുമായിട്ടാണ് ഇവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിയത്. ആരും ഇവരെ അടിച്ചു കൊന്നില്ല. ഇവരെ പള്ളി വിലക്കാൻ ഒരാളും വന്നില്ല. ഇപ്പോ നമ്മള് മതപരിവർത്തനത്തിനെതിരെ, അതല്ലെങ്കിൽ നിർബന്ധമായി ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് ചാടിപ്പിക്കുന്നതിനെതിരെ നമ്മൾ കർശനമായി അതിനെതിരെ പറയുന്നവരാണ്. കാരണം ഒരാൾ ഇഷ്ടപ്പെട്ടു, ശരി, ഇതിപ്പോ 56 കുടുംബങ്ങളാണ്, ഒരു വ്യക്തിയല്ല. അതിനിടയ്ക്ക് പ്രണയമില്ല, ഒരു നിർബന്ധം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തിയിൽ ഉൾപ്പെട്ട ആരായാലും ശിക്ഷ നേരിടാൻ അവർ തയ്യാറാകണം. ഒറ്റയ്ക്കാണെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നത് ആരാ? പ്രബൽ പ്രതാപ് സിംഗ്. ഇവരെ ഈ മതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എന്താണ്, അതായത് ഒരാൾ മറ്റൊരു മതത്തിലേക്ക് വരുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങള് പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ് പറയുന്നത്, എന്തിന്റെയെങ്കിലും പേരിലാണ് നിങ്ങൾ ഈ മതത്തിലേക്ക് വന്നതെങ്കിൽ നിങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ കോടതിയെ സമീപിക്കുന്നത് ഞാനായിരിക്കും. മതപരിവർത്തനം രാജ്യത്തിന് ഭീഷണിയാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടാണ്, ഇത് ഗൗരവപൂർവം നിങ്ങൾ എടുക്കണമെന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം, ഒരു വ്യക്തി ഹിന്ദു മതത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതും അവരെ കൊണ്ട് സ്വീകരിപ്പിക്കുന്നതും. ഇത് ഗൗരവമായി എടുത്തിട്ടില്ലെങ്കിൽ വരും തലമുറകളോട് നിങ്ങൾ ചെയ്യുന്ന ക്രൂരതയാണെന്നും ഒരിക്കലും നിങ്ങളോട് വരും തലമുറ ക്ഷമിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുവാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം മതം മാറിയ മുഴുവൻ ആളുകളെ പറ്റിയും അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ നല്ല രൂപത്തിൽ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും അദ്ദേഹം പറയുവാണ്. ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് വന്നവരോടാണ് അദ്ദേഹം ഇത് പറയുന്നത്, അവരുടെ സാന്നിധ്യത്തിലാണ്. ചോദ്യം ഇതാണ്, നമ്മുടെ ടൈറ്റിൽ തന്നെ ഇതാണ്, അതായത് BJP-യിലേക്ക്, RSS-ലേക്ക് ധാരാളം മുസ്ലിങ്ങൾ അടുക്കുന്നു. അതെ, പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ നിന്നുള്ള മുസ്ലിം സ്ത്രീകൾ, മുസ്ലിം വീടുകൾ, പലർക്കും താല്പര്യമുണ്ടെങ്കിൽ പോലും സംഘി എന്ന ചാപ്പ് കുത്തുന്നതിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഒന്നതാണ്. 2, കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ വല്ലാതെ ഭ്രഷ്ടുണ്ടാകും. നമ്മുടെ രണ്ടുപേരുടെയും ഒരുപോലത്തെ സുഹൃത്താണല്ലോ ബൈജു, TP സുൽഫത്ത് ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച സമയത്ത് അവള് വേദനയോട് പറയുക നമ്മളോട്, കുടുംബത്തിലൊക്കെ കുടുംബ സംഗമങ്ങൾ നടത്തിയിട്ട് BJP
അധികാരത്തിൽ വരരുത്, ഇവരെ വിജയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് കുടുംബത്തിനകത്ത് തന്നെ ക്യാമ്പയിനുകൾ നടക്കുവാണ്. ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ഒരുപാട് വസ്തുതകളിൽ ഒന്നാണ്, അഫ്ഗാനില് താലിബാനികൾ അധികാരത്തിൽ വന്നു. അഫ്ഗാനികൾ മുസ്ലിങ്ങളാണ്, താലിബാനികൾ മുസ്ലിങ്ങളാണ്. പിന്നെ എന്തിനായിരിക്കും അഫ്ഗാനിൽ നിന്നൊരു സ്ത്രീ തന്റെ 2.5 വയസ്സുള്ള കുഞ്ഞിനെ കൂറ്റൻ വേലിക്കപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു, അപ്പുറത്ത് നിന്ന് സൈനികര് പിടിക്കുന്നു, എന്നിട്ട് അവര് അഫ്ഗാന് കീഴടങ്ങി കൊടുക്കുന്നു, താലിബാനികൾക്ക് കീഴടങ്ങി കൊടുക്കുന്നു. അതായത് എന്റെ 2.5 വയസ്സുള്ള പെൺകുഞ്ഞിനെ എങ്ങനെയായിരിക്കും താലിബാൻ ഭീകരർ കാണുന്നത്, എങ്ങനെയായിരിക്കും എന്റെ സാന്നിധ്യത്തിൽ എന്റെ കുഞ്ഞിനെ പിച്ചി ചീന്തുന്നത്, അവർക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഈ താലിബാനികൾ ഏതാണ്ട് കാബൂള് വരെ പിടിച്ചടക്കിയ സമയത്ത് അവര് ചിന്തിക്കുവാണ്, ഇനിയും ഏതാണ്ട് 12 വയസ്സിനകത്തുള്ള പെൺകുട്ടികളെ ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടാണ് താലിബാനികൾ സൈനികരെ അവരെ ഇങ്ങോട്ട് എടുത്തത് അഫ്ഗാനെതിരെ. നോക്കിയപ്പോ ഇവരെല്ലാ വീടുകളിലും കയറി ഇറങ്ങാണ്. അഫ്ഗാനായിരുന്ന സമയത്ത് അഫ്ഗാനിലെ സൈനികരുടെ മക്കൾ, അവരുടെ ഭാര്യമാർ, കാരണം അതിന് ഇവർക്ക് സ്വന്തമാണ്. താലിബാനികൾ അധികാരം പിടിച്ചു കഴിഞ്ഞല്ലോ, താലിബാനികൾക്കായി കഴിഞ്ഞല്ലോ അഫ്ഗാനിൽ. അപ്പൊ ആ 12 വയസ്സിനകത്തുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ബലമായി പിടിച്ചുകൊണ്ട് പോകുവാണ് താലിബാനികൾ. അങ്ങനെ വന്നപ്പോ ഒരു കുഞ്ഞിനെ, 12 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടി ഒരു താലിബാൻ കളവൻ കയറി ചെല്ലുകയാണ്. അവരുടെ സൈനികരാ. കയറി ചെന്നപ്പോ തന്ത എതിർത്തു, എന്റെ കുഞ്ഞിനെ പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമാണ്. അങ്ങനെ അയാളെ ഈ കുടുംബത്തിന്റെ മുന്നിലിട്ട് താലിബാനികൾ വെടിവെച്ചു. പിന്നീട് ഉമ്മയെ കയറി പിടിച്ചു. ഉമ്മ ടെറസിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി. ഒക്കെ വലിയ വാർത്തയായിരുന്നു. നമ്മുടെ നാട്ടിലെ താലിബാൻ വിസ്മയക്കാര് കൊടുക്കില്ലെങ്കിലും ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. ഉടനെ ഈ പെൺകുട്ടി, 12 വയസ്സുള്ള പെൺകുട്ടി ഓടി മുകളിൽ കയറിയിട്ട് ചാടി. കാരണം 2ാം നിലയിൽ നിന്ന് ചാടിയിട്ട് ഒരുപക്ഷെ മരിച്ചിട്ടില്ലെങ്കിലും. അങ്ങനെ അവിടെ RSSകാരില്ല, അവിടെ BJPക്കാരില്ല. അപ്പൊ ഇവരെ ഒന്നും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയോ ഇവരെ ഭയന്നോ RSSകാരൻ എന്റെ 12 വയസ്സുള്ള കുഞ്ഞിനെ കയറി പീഡിപ്പിക്കും എന്ന് ഭയന്നിട്ടല്ല ഈ കുടുംബം ഇങ്ങനെ പാപ്പ രക്തസാക്ഷിയാകുന്നു. ഉമ്മ ആത്മഹത്യ ചെയ്യുന്നു, മകൾ ആത്മഹത്യ ചെയ്യുന്നു. എന്തിനായിരിക്കും ഈ താലിബാൻ ഭീകരരിൽ നിന്നും അഫ്ഗാനികൾ ഓടി രക്ഷപ്പെട്ടത്? അവിടെ ബീഫ് നിരോധനമുണ്ടോ? ആവശ്യം പോലെ ബീഫ് കഴിക്കാമല്ലോ. ബീഫ് കൈവശം വെച്ചു എന്നതിന്റെ പേരില് ജുനൈദിനെ അടിച്ചു കൊന്ന ഒരു ചരിത്രം അവിടെ ഉണ്ടോ? സീറ്റ് തർക്കത്തെ തുടർന്നാണ് ജുനൈദിനെ കൊന്നത്. പക്ഷേ പോട്ടെ, RSSന്റെ തലയിലാണ് അത് വെച്ച് കെട്ടുന്നത്. ആസിഫയെ കൊന്നത് RSSകാരാണോ? ശരി, അങ്ങനത്തെ ഒരു സംഭവവും അവിടെ ഇല്ലല്ലോ. ബീഫ് കൈവശം വെക്കാം, എത്ര പശുക്കളെ വേണമെങ്കിലും കൊല്ലാം, ആരും ചോദിക്കില്ല. 12 വയസ്സിനകത്ത് പ്രായമുള്ള കുഞ്ഞിനെ ബലാത്സംഗം ചെയ്യാം, 4 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടാം. ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ എന്റെ ഭാര്യ പ്രസവിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ മമ്മദേ നിനക്ക് ഞാൻ കെട്ടിച്ചു തരാമടാ എന്ന് പറഞ്ഞു ഭർത്താവിനെ കെട്ടിച്ചു കൊടുക്കാം. ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്നത് ഇയാളുടെ മകളാണ്. ഇനി എന്റെ ഭാര്യ പ്രസവിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ നിനക്ക് കെട്ടിച്ചു തരാമെന്ന് ഇയാൾക്ക് പറയാം, ഒരു കുഴപ്പമില്ല. ബുർക്ക ഇട്ട് നടക്കാം, നിക്കാബ് ധരിക്കാം, ഒരു പ്രശ്നവുമില്ല. ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾ പ്രവാചകൻ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ നമുക്ക് കൃത്യമായി ഫോളോ ചെയ്യാം. ശിശുപ്രായത്തിൽ കല്യാണം കഴിക്കാം, LKG കുട്ടിക്ക് കെട്ടണോ കെട്ടാം. 6 വയസ്സ് മുതൽ മരണം വരെ ഒരാളും ചോദിക്കില്ല. മുത്തലാഖ് പറയാം, ത്വലാഖ് പറയാം, 4ഓ 5ഓ ഒക്കെ കെട്ടാം, ഒരു കുഴപ്പമില്ല. പിടിച്ചകത്തിടാൻ അവിടെ മോഡിയുടെ പോലീസ് ഇല്ല, അവിടെ ഒരു ഫാസിസ്റ്റ് സർക്കാരില്ല. കോടതിയിലെ തെളിവുകൾ മാറ്റാനും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലെ മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ ഇത്തരം മുത്തലാഖ് പറയുന്നവന്മാരെ പിടിച്ച് ജയിലിലിടാൻ അവിടെ നരേന്ദ്രമോദി ഇല്ല, നരേന്ദ്രമോദിയുടെ സർക്കാരില്ല. ഇസ്ലാമിക ബാങ്കുകള് പലിശരഹിത ബാങ്കുകളാണോ? എത്ര വേണമെങ്കിലും സ്ഥാപിക്കാം. ഹലാല് വേണോ, തുപ്പിയോ തൂറിയോ ഒക്കെ നിങ്ങൾക്ക് ഹലാല് കൊടുക്കാം, ഇവിടെ ഒരു പ്രശ്നവുമില്ല. എന്നാൽ അവിടെ RSSന്റെ എന്തെങ്കിലും ശാഖയുണ്ടോ? കാവിക്കൊടിയുണ്ടോ? ഒന്നുമില്ല. ഇത്രയധികം സൗകര്യങ്ങൾ സുലഭമായി ഉണ്ടായിട്ടും എന്തിനായിരിക്കും അഫ്ഗാനിൽ നിന്നും താലിബാനികൾ ഓടി രക്ഷപ്പെടുന്നത്? ഇനിയും RSSനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നവർ
സംഘപരിവാരങ്ങളുടെ ക്രൂരതകളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടും SDPI-യും സിമിയും PDP-യും LDF-ഉം തുടങ്ങിയ എണ്ണമറ്റ സംഘടനകൾ വേണമെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. ചോദിക്കട്ടെ, സിറിയയിൽ RSS ഉണ്ടോ? സിറിയയിൽ BJP ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനായിരിക്കും അവിടെ ഐസിസ് എന്ന സംഘടന? അമേരിക്കയിലുണ്ടോ? ഇറാനിലുണ്ടോ? ഇറാഖിലുണ്ടോ? അഫ്ഗാനിലുണ്ടോ? ഇവിടെ ഒന്നുമില്ല. പക്ഷെ ഇവിടെയൊക്കെ എണ്ണമറ്റ തീവ്രവാദ സംഘടനകളുമുണ്ട്. അപ്പോൾ RSS-നെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് പച്ചക്കള്ളം. ഞാൻ പറഞ്ഞു വരുന്നത് പോയിന്റിലേക്ക് തന്നെയാണ്. അതായത് ഇന്ന് മുസ്ലിങ്ങൾ, എനിക്ക് തോന്നുന്നു ഏതാണ്ട് എല്ലാ മുസ്ലിം സ്ത്രീകളും ഇന്ന് മതമൊക്കെ മാറ്റിവെച്ച് അവരുടെയൊക്കെ കൈകളിൽ ആൻഡ്രോയിഡ് ഫോണുകളുണ്ട്. അവര് സോഷ്യൽ മീഡിയ സുലഭമായി ഉപയോഗിക്കുന്നുണ്ട്. അവര് പലപ്പോഴും അവരുടെ വീട്ടിലെ പുരുഷന്മാരറിയാതെ ഇത്തരം സൈറ്റുകൾ കയറി സന്ദർശിക്കുന്നുണ്ട്. രാജ്യ സുരക്ഷയെ സംബന്ധിച്ച വിഷയങ്ങൾ അവർക്കറിയാം. അവര് നോക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതം ഹിന്ദു രാഷ്ട്രം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കേണ്ട കാര്യമില്ല. മുസ്ലിങ്ങൾ മാത്രം ഭരിക്കുന്ന ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് നിർഭയമായി ജീവിക്കാൻ സാധിക്കുന്നില്ല. 12, 13, 14 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾ നിർഭയരാകുന്നില്ല. അവർക്ക് അവിടെ ജീവിക്കാൻ വയ്യ. അവർക്ക് പരിമിതമായ രൂപത്തിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല. ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ്. ഒരു തലമുടി കണ്ടു എന്നതിന്റെ പേരിലാണ് 22-കാരിയായ മഹ്സാമിനിയെ അടിച്ചു കൊന്നത്. ഇതൊക്കെ സ്ത്രീകൾ കാണുന്നു. അതുകൊണ്ട് അവര് മനസ്സിലാക്കുന്നു ഇന്നൊരു മുസ്ലിം സ്ത്രീ, അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ചൊറിയാമെന്ന് വിചാരിച്ചത്. ഒരു മുസ്ലിം സ്ത്രീ, എൻ്റെ ഒരു റിലേറ്റീവ് കൂടിയാണ്, ഡോക്ടറാണ്. അവരെന്നെ വിളിച്ചിട്ട് ഇന്ന് ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം, ആദ്യം ഒന്ന് വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല, 7ാമത്തെ കോളാണ് എടുക്കുന്നത്. എന്നോട് പറഞ്ഞു, എനിക്ക് ചില കാര്യങ്ങൾ ഒന്ന് പറയണം, എന്റെ മനസ്സിലിരുന്ന് വീർപ്പ് മുട്ടുവാണ് ചില വസ്തുതകൾ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്ത പറയൂ. അങ്ങനെ അവര് പറഞ്ഞു വന്നു. ഒടുവില് അവരെന്നോട് ചോദിച്ചു, കോള് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കത് ഇഷ്ടമല്ല. എതിർകക്ഷിക്ക് സമ്മതമില്ലാതെ ഞാനത് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സ്വകാര്യമായി നിങ്ങൾ എന്നോട് വിശ്വസിച്ച് സംസാരിക്കണം, അതാണ് എനിക്ക് താല്പര്യം. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന ഭയന്നായിരിക്കരുത് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത്, എനിക്കത് ഇഷ്ടമല്ല. അപ്പോ അവര് പറഞ്ഞ ചില വസ്തുതകൾ ഉണ്ടല്ലോ. BJP എന്ന് പറഞ്ഞാല് മുസ്ലിങ്ങളെ മുഴുവനും കഴുത്ത് വെട്ടി കൊല്ലുന്നവരാണ്, RSS-കാർ അങ്ങനെയാണ്. അപ്പൊ അവര് പറയാണ്, ജാമിദ, സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോ ഞാൻ മനസ്സിലാക്കുവാണ് BJP നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന കാര്യങ്ങള്. ഇപ്പൊ കാശ്മീരിന്റെ അവസ്ഥകൾ എന്താണ് എന്നും അതുപോലെ 370-നെ കുറിച്ചും ഒക്കെ പറയേണ്ടത് കാശ്മീരി ജനതയാണ്. അങ്ങനെ ഞാൻ അവരുടെ സൈറ്റുകൾ എടുത്ത് നോക്കി. ഞാൻ കാശ്മീർ 370 എന്നൊക്കെ ഗൂഗിളില് ഫേസ്ബുക്കിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവർ അതിൽ കംഫർട്ടബിൾ ആണ്. അതുവരെ ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു കംഫർട്ടബിലിറ്റി അവരനുഭവിക്കുന്നുണ്ട്. അവരാണല്ലോ അതിന്റെ ഇരകൾ. അപ്പൊ അവരാണല്ലോ അത് പറയേണ്ടത്. ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയുടെ ഒടുവില് നാഷണൽ ഫ്ലാഗ് അവിടെ കുത്തി. ഇതുവരെ എന്തുകൊണ്ട് അതിന് സാധിച്ചിട്ടില്ല? അതിൽ നിന്നാണ് എന്റെ ചിന്തകൾക്ക് സ്പാർക്ക് ഉണ്ടായത് എന്ന് അവര് പറയാ. അതാ ഞാൻ പറഞ്ഞത്, മുസ്ലിം സ്ത്രീകൾ ഒരുപാട് മാറിയിരിക്കുന്നു. അവര് പറഞ്ഞതിലെ ഒരു പോയിന്റ് ഇതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ എന്തിനാ ഹിന്ദു രാഷ്ട്രമാക്കുന്നത്? ഇന്ത്യ ഹിന്ദുസ്ഥാൻ തന്നെയല്ലേ? ഹിന്ദു രാഷ്ട്രത്തിന്റെ ഒരു വികാസമല്ലേ ഇനി സ്ഥാപിക്കേണ്ടത്? പ്രത്യേകിച്ച് ഇനി ഭാരതം ഒന്നിന്റെ ആവശ്യമില്ല, ഇത് ഹൈന്ദവ രാഷ്ട്രം തന്നെയാണ് എന്ന് ഒരു മുസ്ലിം സ്ത്രീ, അഭ്യസ്ത വിദ്യയാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഇന്ന് ലോകത്തിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ, മുമ്പ് ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാർ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണമുണ്ട്. എത്ര വലുതായിരുന്നു എന്ന് ആലോചിച്ചു പോകാണ്. 100 വർഷത്തിനപ്പുറമുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണം 100 വർഷം കഴിഞ്ഞപ്പോൾ ശരിയായി വന്നിരിക്കുകയാണ്. 1925-ലാണെന്ന് തോന്നുന്നു RSS എന്നൊരു പ്രസ്ഥാനത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ കുറിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഭാരതം അതിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്ക്. അഫ്ഗാൻ ജനത ഒരു ജോഡി തുണിയും കയ്യിൽ 2-3 കുഞ്ഞുങ്ങളെയും ഇടുപ്പിലൊരു കുഞ്ഞിനെയും ഒക്കെ എടുത്ത് എവിടേക്കെങ്കിലും പരക്കം പായുന്നത് പോലെ ഇന്ന് ഇന്ത്യൻ ജനത പരക്കം പായുമായിരുന്നു. ഇറാഖിൽ അനുഭവിക്കുന്ന അഭയാർത്ഥികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ കാണുന്നു. സിറിയയിലെ ജനങ്ങളുടെ അവസ്ഥ നമ്മൾ കാണുന്നു. ലെബനോനിലെ ജനങ്ങളുടെ അവസ്ഥ നമ്മൾ കാണുന്നു. അതുപോലെ നമ്മൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഒരു ജോഡി തുണിയും കുട്ടിയും പെട്ടിയുമായി എടുത്തു ചാടേണ്ടി വരുമായിരുന്നു. അത്രയ്ക്കും ദയനീയമായ ഒരു അവസ്ഥയിലായി പോയനെ ഇന്ന് ഭാരതം. ഇത്രയ്ക്ക് സുരക്ഷയോടെ, സുരക്ഷിതത്വ ബോധത്തോടെ, സ്വാഭിമാനത്തോടെ
നമുക്ക് ഈ ഭാരതത്തിൽ ജീവിക്കാൻ സാധിക്കുന്നത് ഇത്തരം സംഘടനകൾ നമ്മുടെ രാജ്യത്തെ മതാധിപത്യ രാജ്യമാക്കി മാറ്റാൻ വേണ്ടി മുറവിളി കൂട്ടുന്ന എല്ലാ മാർഗത്തിലൂടെയും അവർ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരോട് എതിരിടാൻ, ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളാൻ ഇത്തരം രാജ്യസ്നേഹികൾ ഉള്ളത് കൊണ്ടാണ് ഭാവിയിൽ വളർന്നു വരാൻ സാധ്യതയുള്ള ഭീകരതയെ പറ്റി മനസ്സിലാക്കാനും അതിനെ ചെറുത്തു നിർത്താനും ഒരു സംഘടന വേണം. രാജ്യസ്നേഹികളായ ഒരു വലിയ സമൂഹത്തെ പ്രാപ്തരാക്കേണ്ടതുണ്ട് എന്ന് 100 വർഷത്തിന് മുമ്പ് ഒരു മനുഷ്യൻ മനസ്സിലാക്കുവാണ്. അതുവഴി ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ, ഇതിന്റെ സുരക്ഷിതത്വത്തെ ഇത് പിടിച്ചു നിർത്തണം. അതിനു വേണ്ടിയിട്ട് സംഘടിതമായ ഒരു രൂപം ഈ ഭാരതത്തിന് ഉണ്ടാകണം എന്ന് ദീർഘവീക്ഷണത്തോടുകൂടി ആ മനുഷ്യൻ ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യം ഇത്രമാത്രം തീവ്രവാദ ഭീഷണിയിലാണ്. എന്നിട്ടും നമുക്കൊരു കുലുക്കവുമില്ല. കാരണം എന്താ? ഭാരതം ആരുടെ കരങ്ങളിലാണ്? ഭാരതത്തിന്റെ കരസേനയും നാവികസേനയും വ്യോമസേനയും രാജ്യത്തിന്റെ അതിർത്തികളും സുരക്ഷിതമാണ് എന്ന് നമുക്കിന്ന് ഉറപ്പുണ്ട്. കാരണം ഇതുപോലെയുള്ള ചരിത്രകാരന്മാരായ പിൻഗാമികളുടെ കയ്യിൽ ഈ ഭാരതം സുരക്ഷിതമാണ് എന്ന് നമുക്കറിയാം. ഭാരതത്തിലെ ഭൂരിപക്ഷം ജനതയും വിശ്വസിക്കുന്നു ഇന്ന് നരേന്ദ്രമോദിയുടെ കയ്യിൽ ഈ ഭാരതം സുരക്ഷിതമാണെന്നും ഈ ഭാരതത്തെ തകർക്കാൻ വരുന്നവരുടെ മുന്നിലെല്ലാം വഴിമുടക്കികളായി നിൽക്കുന്ന RSS, BJP പോലെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ട് എന്നത് ഒരുപക്ഷെ ഇത് കേട്ട് കഴിയുമ്പോൾ യുക്തിവാദികൾ ഒന്നടങ്കം എനിക്കെതിരെ തിരിയും, പ്രശ്നമില്ല. ഒരു സത്യം തുറന്ന് പറയുമ്പോൾ ലോകം മുഴുവനും എതിരായാലും ശരി, ഈ മണ്ണിൽ നമ്മൾ നിർഭയരായി നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മളത് പറഞ്ഞേ പറ്റൂ. ഇതിനു മുമ്പ് രാജ്യമാരുടെ കരങ്ങളിലായിരുന്നു. എത്ര തവണ നമ്മൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ ഇപ്പൊ കാശ്മീർ വഴി പാകിസ്ഥാനികൾ നുഴഞ്ഞു കയറാത്തത്? ഈ മണ്ണിൽ അധികാരം പിടിക്കാൻ കഴിയില്ല, ഈ മണ്ണിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നവർക്ക് ഉറപ്പാണ്. ഏത് രൂപത്തിലുള്ള തീവ്രവാദത്തിനെതിരെയും മികച്ച പ്രതിരോധം തീർക്കാൻ ഇവിടെ ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട്. ലോക രാജ്യങ്ങൾ പോലും ഈ രാജ്യത്തിന്റെ ഒരു പോക്കിനെ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കോടിക്കണക്കിന് രാഷ്ട്ര സ്നേഹികളെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് ഈ രാജ്യത്ത്. ഒരു തീവ്രവാദത്തെയും ഒരു വിഘടനവാദത്തെയും ഭാരതീയർ ഭയപ്പെടേണ്ടതില്ല. രാജ്യത്തിനകത്ത് കടന്നുകൂടിയിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ ശക്തികൾക്ക് കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി വേരുറപ്പിക്കാൻ സഹായകമായത് ഈ രാജ്യത്തിന് കോൺഗ്രസ് നൽകിയ സംഭാവനകളാണ്, പറയാതിരിക്കാൻ വയ്യ. രാജ്യസ്നേഹികൾ അവർ പ്രകോപിതരാണ്. അവരുടനെ തന്നെ തെരുവിലിറങ്ങും, അവർ കടകളടിച്ച് തകർക്കും, ആളുകളെ കൊന്നുകളയും, അവർ ഹർത്താലുകൾ നടത്തും. ഇങ്ങനെ ഈ ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ നിർബന്ധം പിടിച്ച് കരയുമ്പോൾ നമ്മൾ അതങ്ങ് സാധിച്ചു കൊടുക്കും. ശരി, അതിന്റെ കരച്ചിലങ്ങ് നിൽക്കട്ടെ എന്ന്. ഇല്ല, കൊടുക്കാതിരുന്നാൽ, ഒരിക്കൽ കൊടുക്കാതിരുന്നാൽ മതിയാകും. ആ നിർബന്ധം അവിടെ അവസാനിക്കും. അപ്പൊ അവൻ മനസ്സിലാക്കും, ഞാൻ നിർബന്ധം പിടിച്ചിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാക്കും. പക്ഷേ ആ നിർബന്ധത്തിന് നമ്മൾ വഴങ്ങിക്കൊടുത്താൽ ജീവിതത്തിൽ ഉടനീളം പലതിനും വേണ്ടി നിർബന്ധം പിടിക്കും, നമ്മളത് ചെയ്തു കൊടുക്കേണ്ടി വരും. നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ മുസ്ലിങ്ങളല്ലേ, അവര് പ്രകോപിതരാണ്, കുറച്ച് ആളുകളെ കൊന്നു കഴിയുമ്പോൾ അവരുടെ ദേഷ്യം അങ്ങ് അടങ്ങുമെങ്കിൽ കുറച്ചു പേര് ചാകാൻ അങ്ങ് തയ്യാറായിക്കോ. അതൊക്കെ അന്തകാലം, ഇതൊന്നും ഇനി നടക്കില്ല. ഇതുപോലെ തന്നെ മതേതര കുപ്പായം അണിഞ്ഞ് നമ്മുടെ നാട്ടിൽ ഈ മതേതര പച്ചക്കുപ്പായത്തിന്റെ മറവിൽ ഇടതു പാർട്ടിയും കേരളത്തിൽ ഉൾപ്പെടെ ഭീകരവാദത്തെ വാനോളം വളർത്തുകയായിരുന്നു. വെള്ളവും വളവും ഇടതനും വലതനും മാറി മാറി ഒഴിച്ച് രാജ്യത്തിനകത്ത് നിന്ന് തന്നെ ഐസിസിനെ പോലെയുള്ള ഭീകരവാദ സംഘടനകളിലേക്ക് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്തത് കേരളത്തിൽ നിന്നാണ്. എത്ര മാധ്യമങ്ങൾ അത് എഴുതി. ഏറ്റവും കൂടുതൽ ലവ് ജിഹാദ് ഉണ്ടായത് നമ്മുടെ നാട്ടിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നത്? 1990കളുടെ കാലഘട്ടത്തിൽ കാശ്മീരിൽ എന്താണോ സംഭവിച്ചത് അതിന്റെ മുന്നോടിയായി ഇവിടെയും അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇടതനും വലതനും RSSനെ നാഴികയ്ക്ക് 40 വട്ടം എതിർത്തുകൊണ്ട് കവലപ്രസംഗം നടത്തുന്നുണ്ട്. എന്നിട്ട് സംഘപരിവാരത്തിന് ഈ നാട്ടിൽ എന്തെങ്കിലും സംഭവിച്ചോ? അവരങ്ങ് പിന്മാറിപ്പോയോ? ഇടതനും വലതനും മുസ്ലിം ഭീകരരും ഒക്കെ നമ്മളെ എതിർക്കുന്നു, അതുകൊണ്ട് ഇനി നമുക്കിവിടെ വേരുറപ്പിക്കാൻ പറ്റില്ല. അതല്ല അവര് വിചാരിച്ചത്. രാഷ്ട്രത്തെ സ്വയം സേവിക്കാൻ തയ്യാറായി നമുക്കൊരു പക്ഷേ ഈ വഴിയിൽ ജീവൻ നഷ്ടപ്പെട്ടേക്കാം.
നമുക്ക് മാനഹാനികൾ സംഭവിച്ചേക്കാം. രാജ്യമാണ് പ്രധാനം. രാഷ്ട്രമുണ്ടെങ്കിലേ ഇവിടെ രാഷ്ട്രീയക്കാരുള്ളൂ, രാഷ്ട്രീയ സംഘടനകളുള്ളൂ. ഓരോ ദിവസവും ചാണകസംഖ്യകൾ വളരുന്നത് എന്തുകൊണ്ടാ? അവർ നിലകൊള്ളുന്നത് രാജ്യത്തിന് വേണ്ടിയായതുകൊണ്ടാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ളത് ഇന്ന് കേരളത്തിലാണ്. കേരളം മറ്റൊരു കാശ്മീർ ആകാതെ ഇരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. ആദ്യം RSSനെ എതിർക്കണം, അതിനെ ഇല്ലാതാക്കണം. എന്നാൽ മാത്രമേ ജിഹാദി തീവ്രവാദികൾക്ക് പരിപൂർണമായി അഴിഞ്ഞാടാൻ പറ്റൂ. ഏതെങ്കിലും ഒരു RSSകാരൻ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു എന്നതിന്റെ തെളിവുകൾ ഇവർ കൊണ്ടുവരട്ടെ. RSSന്റെ ഭീകരതയെ നമ്മൾ എതിർക്കുന്നു. എല്ലാ പാർട്ടികളുടെയും ഭീകരതയെ, തീവ്രവാദത്തെ നമ്മൾ എതിർക്കുന്നു. ഒരു തീവ്രവാദത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമുക്ക് മിതവാദമാണ് എപ്പോഴും നല്ലത്. ആരും തീവ്രമായി വളരണ്ട, പക്ഷെ എല്ലാവർക്കും ഇവിടെ വളരാൻ കഴിയണം. ഏതെങ്കിലും ഒരു തീവ്രവാദ പ്രസ്ഥാനവുമായി ഒരു RSSകാരനോ ഒരു BJPക്കാരനോ സന്ധി ഉണ്ടാക്കി, അതല്ലെങ്കിൽ വിദേശത്ത് നിന്ന് രാജ്യവിരുദ്ധതയ്ക്ക് വേണ്ടി പണം വാങ്ങി, അതല്ലെങ്കിൽ പാകിസ്ഥാനോ അതല്ലെങ്കിൽ രാജ്യവിരുദ്ധർക്കോ ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തു കാണിക്കണം. അതൊക്കെ കാണിച്ചു തന്നാൽ നമ്മളും ഇവർക്കെതിരെ തിരിയും. ഇടതനും വലതനും വേണ്ടത്ര ഫണ്ട് നൽകി ഒതുക്കുകയായിരുന്നു ഇതുവരെ ഈ വോട്ട് ബാങ്ക് കാണിച്ച് ഇവർ ചെയ്തത്. വോട്ട് ബാങ്ക് കാണിക്കുക, ഇവരുടെ തലകൾ എണ്ണുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. അപ്പൊ ഇവർക്ക് ഒരുപാട് വോട്ട് ബാങ്ക് ഉണ്ട്. തലകൾ എണ്ണിയാണ് ഇതുവരെ ഇവര് കരഞ്ഞു വാശി പിടിച്ച് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്തു വന്നിരുന്നത്. ISISന്റെ ഇന്ത്യൻ പതിപ്പാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു. തുർക്കിയും ഖത്തറും പാകിസ്ഥാനും തുടങ്ങി 30ഓളം രാജ്യങ്ങളിൽ നിന്ന് തീവ്രവാദ ഫണ്ടിങ് ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ലാൻഡ് ജിഹാദും ബിസിനസ് ജിഹാദും ഹലാൽ ഫുഡ് ജിഹാദും പോപ്പുലേഷൻ ജിഹാദും പൊളിറ്റിക്കൽ ജിഹാദും ഒക്കെ നടപ്പാക്കുന്നത് ഈ ഫണ്ട് ഉപയോഗിച്ചാണ്. സംഘപരിവാർ എന്ന പ്രസ്ഥാനമല്ലാതെ ഈ ജിഹാദികളെ പ്രത്യക്ഷമായിട്ട് എതിർക്കാൻ ആരുണ്ടായിരുന്നു? ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോ നോക്കിയിരുന്ന സഭ എവിടെ? അവര് നോക്കുകുത്തികളായിരുന്നു. അവരാദ്യം ജോസഫ് മാഷിനെ കിണ്ടിയെടുത്ത് വെളിയിലിട്ടു. അവസാനത്തെ ഉദാഹരണമാണ് ജസ്ന മേരിയ ജെയിംസ്. ആ പെൺകുട്ടിയെ കാണാതായപ്പോഴും ഇവർ നിശബ്ദത പാലിച്ചു. ക്രിസ്ത്യൻ സമൂഹം നാളുകളിൽ ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരുമെന്ന് അന്ന് തന്നെ ഞാനൊക്കെ പോസ്റ്റുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിനുള്ള കണക്ക് പറയാനുള്ള സമയമാണ്. അതാണ് പൂഞ്ഞാർ സംഭവം. ഞായറാഴ്ചകളിലെ പൊതു അവധി വെള്ളിയാഴ്ച ആക്കാനുള്ള അജണ്ടകൾ മാമായും മരുമോനും കൂടി ഒരുക്കുവാണ്. അതും നാളെ നടപ്പാകില്ല എന്ന് പറയാൻ പറ്റില്ല. രാജ്യത്ത് ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJP സർക്കാരുകൾ അതായത് രാജ്യം 2ാം തവണയും ഭരിക്കുന്നു BJP, 3ാം തവണയും എത്തുമെന്ന് തന്നെയാണ് നിഗമനങ്ങള്. കേരളത്തിലെ ഇടതു വലത് മുന്നണികള് ഘോരഘോരം കവലപ്രസംഗങ്ങൾ നടത്തുന്നു. RSSനെ നിരോധിക്കണം, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് പറയാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? നെഹ്റു നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തില് ഇന്ത്യൻ സൈന്യത്തിനൊപ്പം മാർച്ച് നടത്താൻ അനുമതി നൽകിയതാണ്. രാജ്യത്ത് 1925 വിജയദശമി ദിനത്തില് രൂപം നൽകിയ പ്രസ്ഥാനം ഇന്ന് 97 വയസ്സായിരിക്കും. അപ്പോ ലോകത്ത് 39 രാജ്യങ്ങളിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. RSSനെ എതിർക്കുന്നവരോട് പറയാനുള്ളത്, സിറിയയിൽ RSS ഇല്ല. നിരപരാധികളെ ISIS ഭീകരർ കഴുത്ത് വെട്ടി കൊല്ലുന്നത് RSSനെ ഭയന്നിട്ടല്ല, RSSനെ എതിർക്കാൻ വേണ്ടിയിട്ടല്ല. ലെബനനിൽ RSS ഉള്ളത് കൊണ്ടല്ല. ISIS പച്ചയ്ക്ക് മനുഷ്യന്റെ കയ്യും കാലും കഴുത്തും വെട്ടുന്നതും പച്ചയ്ക്ക് മനുഷ്യനെ തീ കൊളുത്തുന്നതും. ഇറാഖിൽ RSS ഇല്ല, അതുകൊണ്ടാണ് അവിടെ ചാവേറാക്രമണം നടത്തുന്നത് എന്ന് നിങ്ങളൊന്ന് പറ. പള്ളികളിൽ എന്തുകൊണ്ടാണ് പൊട്ടിത്തെറികൾ നടക്കുന്നത്? അമേരിക്കയിൽ RSS ഉണ്ടോ? വേൾഡ് ട്രേഡ് സെന്റർ തകർത്തത് ആരാണ്? 3000 ജനങ്ങളെ കൊന്നൊടുക്കിയത് ആരാണ്? പാകിസ്ഥാനിൽ RSS ഉണ്ടോ? അപ്പോൾ RSSനെ എതിർക്കുന്നതിന് വേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ട്, SDPI, മറ്റു മുസ്ലിം തീവ്രവാദ സംഘടനകൾ എന്ന പതിവ് ന്യായം ഇനി നടത്തരുത്. മദ്രസകളിൽ ബോംബ് സ്ഫോടനം നടത്തുന്നു, കൊല്ലുന്നു. ശ്രീലങ്കയിൽ RSS ഉണ്ടോ? ക്രിസ്ത്യൻ പള്ളിയിൽ 256 പേരെയാണ് കഴിഞ്ഞ ദിവസം ബോംബ് വെച്ച് കൊന്നത്. അഫ്ഗാനിൽ RSS ഇല്ല, താലിബാനികൾ തീവ്രവാദികളാകുന്നു. RSS ഉള്ളത് കൊണ്ടാണോ ഡസൻ കണക്കിന് ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളാക്കി ഇവരെ മാറ്റിയത്? അപ്പോൾ ഇവിടെയൊന്നും RSSനെ അല്ല ഇവരെ എതിർക്കുന്നത്. ഇസ്ലാമിലൂടെ ഇന്ത്യയുടെ മോചനം എന്ന് പറയുന്നവർക്ക് തെറ്റിപ്പോയി. തീവ്രവാദത്തെ എതിർക്കാൻ RSS ഉള്ളതാണ് അവരുടെ പ്രശ്നം. കാശ്മീരിൽ നടപ്പിലാക്കിയത് മറ്റുള്ള സംസ്ഥാനത്ത് നടപ്പാക്കാൻ പറ്റാതെ പോയതാണ് അവരുടെ പ്രശ്നം. ന്യൂനപക്ഷ സംരക്ഷണമെന്നും താഴെത്തട്ടിലെ ആളുകളുടെ രക്ഷകരാണെന്നും പറഞ്ഞ് മുസ്ലിങ്ങളുടെ മൊത്ത കുത്തക ഇവർ ഏറ്റെടുക്കുമ്പോൾ ഇവർ ലക്ഷ്യം മറന്നു പോയിട്ടില്ല. പല രൂപത്തിലും ഇവർ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ ഒരു മാപ്പിളസ്ഥാനാക്കി മാറ്റണം. അതിനെ എതിർത്ത് നിൽക്കുന്നവരെ ഇവർ പല്ലും നഖവും ഉപയോഗിച്ച് ചേർത്ത് നിൽക്കുന്നു. വേണ്ടി വന്നാൽ ഇവർ ആയുധം എടുക്കാനും മടിക്കുന്നില്ല. അതാണ് രഞ്ജിത് ശ്രീനിവാസന്റെ വിഷയത്തിൽ സംഭവിച്ചത്.
ടീച്ചറെ, ഞാൻ ഇന്ന് മലപ്പുറം ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ VC ആയിരുന്ന ഡോക്ടർ അബ്ദുൽ സലാം സാറിനെ ഇന്ന് മലപ്പുറം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോയി ഞാൻ സന്ദർശിച്ചു. അപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം അദ്ദേഹത്തിന്റെ സ്വകാര്യ സംഭാഷണവുമായി നമുക്ക് കൂടുതൽ അദ്ദേഹവുമായിട്ട് ഇടപഴകി സംസാരിക്കാൻ പറ്റി. കാരണം മലപ്പുറത്തിന്റെ മുക്കിലും മൂലയിലും ഇന്ന് അദ്ദേഹത്തിന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന ആളുകൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ബൈജു, നമ്മൾ എത്രയൊക്കെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും നമ്മുടെ മാന്യത, നമ്മുടെ സംസ്കാരം വിട്ട് നമ്മൾ പ്രകോപിതരാവാൻ പാടില്ല എന്ന് അദ്ദേഹം എന്റെ വീഡിയോസും എന്നെ അറിയുന്നത് കൊണ്ടും എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും ഒരു ഗുരുതുല്യമായിട്ട് 2015 അദ്ദേഹം റിട്ടയർ ആവുന്നതാണ് എന്റെ അറിവ്. നരേന്ദ്രമോദിജി വന്നതിന് ശേഷം 1 വർഷം കൂടെയാണ് അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ VC ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ വാക്ക് ഞാൻ ശിരസാ വഹിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷെ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ ഒരു കമന്റ് വന്നത്, വാനമ്പാടി എന്ന് പറയുന്ന പിറകിൽ വിളിച്ചിരിക്കുന്ന ഒരു ഇസ്ലാമിക ഭീകരനിട്ട ഒരു കമന്റ് ഞാനിവിടെ വായിക്കാം. ഗുജറാത്ത് സർവകലാശാലയിൽ തറാവി നമസ്കരിച്ച മുസ്ലിം വിദ്യാർത്ഥികളെ സംഘികൾ തല്ലിച്ചതച്ച വിവരം നീ അറിഞ്ഞോ തള്ളേ? അത് ടീച്ചറോടാണ്, തള്ളേന്ന് വിളിച്ചിട്ട് ടീച്ചറോടാണ് പറയുന്നത്. ഈ നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട ഒരു വാർത്തയുണ്ടായിരുന്നു. ഡൽഹിയിൽ റോഡിൽ നിരന്നിരുന്ന അവന്റെയൊക്കെ ഗുദം പൊക്കിക്കൊണ്ട് നിസ്കരിക്കുന്ന ഒരു ചിത്രം. ആ ചിത്രം, അതിന്റെ വീഡിയോ നമ്മൾ കണ്ടു. പോലീസുകാർ അവരെ ചവിട്ടിയിട്ടും ലാത്തിയെടുത്ത് അടിച്ചും ചവിട്ടിക്കൊണ്ടൊക്കെ ഓടിക്കുന്നത്. ആ ചവിട്ടിയ പോലീസുകാരനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ നുപൂർ ശർമ്മയെ ടാർഗറ്റ് ചെയ്ത പോലെ തന്നെ ആ പോലീസുകാരനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്, ഇയാളെ ചവിട്ടിയത്. പക്ഷെ ആ വീഡിയോയും ചിത്രവും ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ടത് ഈ കേരളത്തിലാണ്. ഇതാണ് സംഘികൾ മുസ്ലിങ്ങളോട് ചെയ്യുന്നത് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അതിനോട് അനുയോജ്യമായിട്ടുള്ള, അതല്ലെങ്കിൽ സാമ്യമുള്ള ഒരു കമന്റ് ആണ് ഇവിടെ ഈ ജിഹാദി ഇട്ടിരിക്കുന്നത്. അവന് നമ്മൾ മറുപടി കൊടുക്കേണ്ടതുണ്ട്. ഗുജറാത്ത് സർവകലാശാലയിൽ തറാവി നമസ്കരിച്ച മുസ്ലിം വിദ്യാർത്ഥികളെ സംഘികൾ തല്ലിച്ചതച്ച്. എടാ സുഡാപ്പി, നിന്നോട് ഞാൻ ചോദിക്കട്ടെ, ഈ സർവകലാശാലയിൽ നിന്റെയൊക്കെ ഗുദം പൊക്കി നമസ്കരിക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെ ഏതെങ്കിലും ഹിന്ദു, അതല്ലെങ്കിൽ പാഴ്സി, ബുദ്ധ, ജൈന ഏതെങ്കിലും മതസ്ഥർ അവരുടെ ആലയമായി കണ്ടുകൊണ്ട് സർവകലാശാലയിൽ ഇതുപോലെ ഈ കോപ്രായം കാണിക്കാറുണ്ടോ? ഏതെങ്കിലും ക്രൈസ്തവർ കാണിക്കാറുണ്ടോ? ഒരു ഹിന്ദു കാണിക്കാറുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ മാത്രമാണ്. അത് റോഡായാലും വേണ്ടില്ല, ഈ പറയുന്ന സർവകലാശാലയായാലും വേണ്ടില്ല, എയർപോർട്ടായാലും വേണ്ടില്ല, തിയേറ്റർ ആയാലും വേണ്ടില്ല, ഇനി വേണ്ട സിനിമാ ഹാളായാലും വേണ്ടില്ല, മാത്രമല്ല ട്രെയിനുകളിൽ വരെ നമ്മൾ കണ്ടു മറ്റുള്ള യാത്രക്കാർക്ക് നടുവിലൂടെ നടക്കാൻ വേണ്ടിയുള്ള ഒരു പാസേജിൽ ഇവന്മാരുടെയൊക്കെ ഗുദം പൊക്കി മേപ്പോട്ടാക്കിക്കൊണ്ട് ഇവൻ നിസ്കരിക്കുന്നത്. ഇത് ആളുകളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് അറിയുന്നവർക്ക്, അന്നം കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അതല്ലാതെ ഇവന് ആ സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അവന്റെ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ യാത്ര ചെയ്യുകയാണെങ്കിൽ അന്യനെ ബുദ്ധിമുട്ടിക്കാതെ നിന്റെ മനസ്സിലാണ് നീ നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ രീതിയൊക്കെ ഈ കിതാബിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് എന്റെ അറിവ്. കാരണം സീറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഇരിക്കുന്ന സീറ്റിൽ തന്നെ, ആ പരിമിതമായിട്ടുള്ള സൗകര്യത്തിൽ തന്നെ നിന്റെ പടച്ചവനായിട്ടുള്ള അയാളെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ നൂലിൽ കെട്ടി ഇറക്കി കൊടുത്ത ആ കിതാബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അത് ചെയ്യാതെ സർവകലാശാലയായാലും എയർപോർട്ടായാലും ഈ പറയുന്ന ഈ ട്രെയിനിനുള്ളിലായാലും നിസ്കരിച്ചുകൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, അതിലൂടെ കലാപം സൃഷ്ടിക്കുക എന്നല്ലാതെ നിന്റെയൊന്നും മനസ്സിൽ ഈ നോമ്പ് കാലമല്ല, ഇനി എത്ര പുണ്യ ദിനങ്ങൾ, പുണ്യമാസങ്ങൾ വന്നു കഴിഞ്ഞാലും നീ ഒന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി മറ്റൊന്നുണ്ട്, ഗുജറാത്തിനെ പരാമർശിക്കുമ്പോൾ ഇവർക്ക് നാവ് ഇരട്ടയാണ്. ഇരട്ടയല്ല, ഒരു 4-5 നാവൊക്കെയാണ് ഇവർക്കിവിടെ പുറത്തോട്ട് ചാടുക. നമ്മൾക്കറിയാം ഗുജറാത്ത് കലാപം എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഗുജറാത്ത് കലാപത്തിലേക്ക് നയിച്ച കാരണം എന്ത് എന്ന് ഇന്നിപ്പോൾ ഈ പറയുന്ന കൃത്യമായിട്ട് സംഘികൾ എന്നിവർ മുദ്ര കുത്തപ്പെട്ട അതിൽ തന്നെ 90% ആളുകൾക്ക് സത്യത്തിൽ അറിയില്ല. കാരണം അവരിതിന്റെ പിറകിൽ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിന്റെ വർഗീയത തിരയാൻ സത്യത്തിൽ ഈ ഹിന്ദുക്കളായിട്ടുള്ള ഈ പാവം പിടിച്ച ആളുകൾ ശ്രമിക്കില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ ഗുജറാത്ത് കലാപത്തിൽ നരാധമനായിട്ടുള്ള നരേന്ദ്രമോദിജി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ ആ സമയത്ത് നടന്ന കലാപം, അതിൽ മുസ്ലിങ്ങളെ നിഷ്കരണോ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കി എന്നത് മാത്രമേ ഇവർ പ്രചരിപ്പിക്കുന്നുള്ളൂ. പക്ഷെ അതിനു മുൻപ് ഗോദ്രയിൽ വെച്ച് 2 ബോഗി നിറയുള്ള സന്യാസി വര്യന്മാരെ, സ്വാമികളായിട്ടുള്ള കാവി ധരിച്ച കാഷായ വസ്ത്രധാരികളായിട്ടുള്ള ആ പാവം പിടിച്ച 10-60ഓളം മനുഷ്യന്മാരെ 2 ബോഗി നിറയെ പൂട്ടിയിട്ടുകൊണ്ട്, പുറത്തുനിന്ന് പൂട്ടിയിട്ട് കത്തിച്ച് കൊലപ്പെടുത്തിയ ഈ ഗോത്ര സംഭവം ഇവന്മാരാരും മിണ്ടില്ല. മാത്രമല്ല
ഈ ഗോത്ര സംഭവത്തിന്റെ റിയാക്ഷൻ ആയിരുന്നു ഈ ഗുജറാത്ത് കലാപം എന്നുള്ളതും ഇവരാരും അറിയില്ല. അത്തരത്തിൽ തന്നെയാണ് അതിനുശേഷം നമ്മൾ കണ്ടു നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഗുജറാത്ത് കലാപം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് അമേരിക്ക വിസ നിഷേധിക്കുന്നതും ആ വിസ നിഷേധിക്കാൻ വേണ്ടി ഈ ഭാരതത്തിന്റെ മണ്ണിൽ ഇരുന്നു കൊണ്ട് എത്രയോ വലിയ മഹാന്മാരായിട്ടുള്ള മതേതരം വാഴ്ത്തുന്ന കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും ഒക്കെ കത്തെഴുതിയതൊക്കെ നമ്മൾക്കറിയാം. എന്നാൽ ഇന്ന് കൃത്യമായിട്ട് കൊടുത്താൽ കൊല്ലത്തും അതല്ലെങ്കിൽ മധുരകരമായിട്ടുള്ള പ്രതികാരം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നരേന്ദ്രമോദിജി തന്നെ കാണിച്ചു തന്നു. കാരണം നരേന്ദ്രമോദിജിയുടെ ഓട്ടോഗ്രാഫ് കിട്ടാൻ വേണ്ടി US പ്രസിഡന്റ് പോലും അദ്ദേഹത്തിന്റെ പിറകെ നടക്കുക, അദ്ദേഹത്തിന്റെ ഒരു ആലിംഗനം, അദ്ദേഹത്തിന്റെ ഒരു കരസ്പർശം അതല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് വാങ്ങാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പിറകെ നടക്കുക, വിസ നിഷേധിച്ച ഒരാളാണ് ഈ നടക്കുന്നത്. ഒരു രാജ്യമാണ് ഈ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് അബ്ദുൽ സലാം സാറിനെ കണ്ട ആ സമയത്ത് തന്നെ ഞാൻ എന്റെ മനസ്സ് ഒന്ന് വളരെ ശാന്തമായിരുന്നു. കാരണം അദ്ദേഹത്തെ പോലെ അത്ര കണ്ട് ശാന്തനായിട്ടുള്ള ഒരു മുസൽമാൻ, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നാളെ മറ്റന്നാളായിട്ട് നമ്മളത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ ഇന്റർവ്യൂവിൽ ഞാൻ കൃത്യമായിട്ടും അദ്ദേഹത്തോട് ചോദിച്ചു, സാറ് വിശ്വാസിയാണോ, മതവിശ്വാസിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ബൈജു ഞാൻ വിശ്വാസിയാണ്, പക്ഷെ തീവ്ര വിശ്വാസിയല്ല. അതായത് ഒരു ഹിന്ദുവിന്റെ വിശ്വാസമായിക്കോട്ടെ, ഒരു ക്രൈസ്തവന്റെ വിശ്വാസമായിക്കോട്ടെ, അവരുടെ വിശ്വാസങ്ങളിലേക്ക് കടന്നു കയറി അവരെ ആക്രമിക്കുന്ന ഒരു വിശ്വാസിയല്ല ഞാൻ. എന്റെ മതത്തിന്റെ, എന്റെ ചട്ടക്കൂടിനുള്ളിൽ ഇരുന്നു കൊണ്ട്, അതല്ലെങ്കിൽ എന്റെ മതിൽക്കെട്ടിന്, എന്റെ ആ ഒരു ചുമരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട്, എന്റെ മതത്തിന്റെ ആ ചുമരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ഉള്ള വിശ്വാസിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മറ്റ് അന്യമതസ്ഥരെ ആക്രമിക്കുന്ന വിശ്വാസിയല്ല ഞാൻ. അതാണ് യഥാർത്ഥ മുസൽമാൻ. പിന്നെ മാത്രമല്ല അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, മലപ്പുറത്തിന്റെ മണ്ണിൽ കാവിയിലേക്ക് അതല്ലെങ്കിൽ BJP-യിലേക്ക് വന്നെടുക്കുന്നതെന്ന് തന്നെയാണ് നമ്മുടെ വിഷയം. ആ വിഷയം തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രചരണത്തിന് ഓരോ സ്ഥലത്തും മുക്കിലും മൂലയിലും കയറി ഇറങ്ങുന്ന അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സർ എങ്ങനെയുണ്ട് സാറിന്റെ വോട്ടേഴ്സ്, എങ്ങനെയാണ് സാറിനോട് പ്രതികരിക്കുന്നത്? അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇവിടെ വിജയിക്കുമോ, സാർ ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുക? അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ബൈജു ഞാൻ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്കല്ല ഞാൻ വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ NDA-യിലാണല്ലോ മത്സരിക്കുന്നത്, BJP-യുടെ കാൻഡിഡേറ്റ് ആണല്ലോ മലപ്പുറത്ത് മത്സരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ബൈജു ഞാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു മഹാവ്യക്തിത്വം, അദ്ദേഹത്തെ വാഴ്ത്തേണ്ടത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന അബ്ദുൽ സലാം സാർ കൃത്യമായിട്ടും അഞ്ചോത്ത് നിസ്കരിക്കുന്ന പക്ക ഒരു മുസൽമാനാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ പഠിക്കുകയായിരുന്നു നരേന്ദ്രമോദിജി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു പക്ഷേ അക്കാദമിക് ആയിട്ട്, ഇപ്പൊ വിദ്യാഭ്യാസപരമായിട്ട് എന്നേക്കാൾ എത്രയോ താഴെയായിരിക്കാം, അദ്ദേഹത്തെക്കാൾ ഒരുപാട് യോഗ്യതകൾ എനിക്ക് വിദ്യാഭ്യാസപരമായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അദ്ദേഹം നമ്മുടെ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ലോകമാകമാനം അദ്ദേഹം ഇന്നിപ്പോൾ ഒരു വിശ്വ ഗുരുവായിക്കൊണ്ട് അതല്ലെങ്കിൽ ഒരു വിശ്വ നേതാവായിക്കൊണ്ട് മാറിയത് എങ്ങനെയെന്ന് ഞാൻ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഈ പറയുന്ന സലാം സാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായി ഇങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ചില സിസ്റ്റം, അതല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം നരേന്ദ്രമോദിജി എല്ലാം ഓൺലൈനിലൂടെ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ നമ്മൾക്കറിയാം. അന്ന് നമുക്കറിയാം ഈ ഓൺലൈനിലൂടെ ആരാ പൈസ അടയ്ക്കുക, ഈ ബാങ്കിൽ ക്യൂ നിൽക്കണ്ടേ, അല്ലെങ്കിൽ പൈസ അടയ്ക്കാൻ ബുദ്ധിമുട്ടല്ലേ, നമ്മൾ ഈ ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയ സമയത്തൊക്കെ ഇന്ന് നമ്മുടെ ഒരു കരിമ്പിൻ ജ്യൂസ് വേണ്ട, ഒരു കടലക്കച്ചവടം നടത്തുന്ന ആൾ വരെ ഈ പറയുന്ന ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറി. അപ്പൊ ഈ സിസ്റ്റം ഒക്കെ സലാം സാർ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, മലപ്പുറത്തെ ഒരുപാട് കുടുംബങ്ങൾ എന്നെ നിരന്തരം ബന്ധപ്പെടാറുണ്ട് ബൈജു. ആ നിരന്തരം ബന്ധപ്പെടുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, സർ ഞങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് സാറിന്റെ കൂടെ ഇറങ്ങി വരാൻ ഞങ്ങളുടെ മതം ഞങ്ങളെ അനുവദിക്കുന്നില്ല, പക്ഷെ ഞങ്ങൾക്കറിയാം നരേന്ദ്രമോദിജി ഇവിടെ എന്താണ് നടപ്പിലാക്കുന്നത്, നരേന്ദ്രമോദിജി മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ മുസ്ലിം വനിതകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് ഞങ്ങൾക്കറിയാം. മുത്തലാഖ് ബില്ല് ഇവിടെ 7 പതിറ്റാണ്ടോളം ഭരിച്ച ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഞങ്ങൾക്ക് മതേതര മൂല്യമുള്ള സർക്കാർ എന്നൊക്കെ വാഴ്ത്തുന്ന ഇവർക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റാത്തത് ഈ പറയുന്ന നരേന്ദ്രമോദിജി വന്നുകൊണ്ട് ഈ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ നടപ്പിലാക്കി. ആർട്ടിക്കിൾ 370 ടീച്ചർ നേരത്തെ പ്രതിപാദിച്ച പോലെ തന്നെ ആർട്ടിക്കിൾ 370 കാശ്മീരിലാണ് നടന്നതെങ്കിൽ പോലും അതിന് പിറകിലുള്ള ശരീഅത്ത് നിയമപ്രകാരം ഇന്നിപ്പോൾ ശരീഅത്ത് നിയമപ്രകാരം മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ നിയമപ്രകാരം ഒരു സംസ്ഥാനം അതല്ലെങ്കിൽ ഭാരതത്തിന്റെ ഈ ദേശീയ പതാക പാറിക്കാത്ത ഒരു വ്യത്യസ്ത ഭരണ ഭാഷ വേറെ, പതാക വേറെ, ഭരണ സംവിധാനം വേറെ, കേന്ദ്ര സർക്കാർ അതല്ലെങ്കിൽ ഭാരതം ഭരിക്കുന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കോ അതല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപതിക്കോ ഒരു കൈകടത്തലും പറ്റാത്ത രീതിയിൽ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന പ്രത്യേക ഒരു വിവേചന അധികാരം കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക രാജ്യം, നമ്മുടെ ഭാരതത്തിന്റെ സ്വർഗഭൂമി എന്നറിയപ്പെടുന്ന ആ സംസ്ഥാനം അതല്ലെങ്കിൽ ആ ഭാഗത്തെ ഒരു പ്രത്യേക മതരാജ്യമാക്കി മാറ്റിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളായിക്കോട്ടെ മറ്റേ ഈ മുസ്ലിം ഇതര മതസ്ഥനെ പൂർണ്ണമായിട്ടും എത്രത്തോളം ക്രൂരമായിട്ടാണ് അവരെ കൊന്നൊടുക്കിയതും മതം മാറ്റിയത്, അവരുടെ കുഞ്ഞു മക്കളെ പോലും ഭോഗിച്ചതുമെല്ലാം നമ്മൾ സിനിമയിലൂടെ
കുറച്ച് ദൃശ്യമെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് കാശ്മീർ ഫയൽസിലൂടെ. അതിന്റെ 1000 ലക്ഷം ഇരട്ടിയാണ് അവിടെ നടന്ന ക്രൂരത എന്ന് നമ്മൾക്കറിയാം. കാരണം 2 മണിക്കൂർ കൊണ്ട് ഒരു സിനിമയിൽ എത്രത്തോളമാണ് പ്രതിപാദിക്കാൻ പറ്റുക എന്നൊക്കെ നമ്മൾക്കറിയാം. അത്തരത്തിൽ ഈ കാശ്മീരിൽ എന്താണ് ഈ ശരിയ നിയമപ്രകാരം നടന്നത് എന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ ഈ ആളുകൾക്ക് അറിയാൻ പറ്റും. മാത്രമല്ല ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാനും ഈ സിറിയയിലും ആയിക്കോട്ടെ, ബംഗ്ലാദേശിലും ആയിക്കോട്ടെ, പാകിസ്ഥാനിലും ആയിക്കോട്ടെ, ഇവിടങ്ങളിലൊക്കെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്താണ്, അതല്ലെങ്കിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്താണ്, സ്ത്രീകളുടെ അവരുടെ സ്ഥാനം എന്താണ്, വെറും കാമം തീർക്കാൻ വേണ്ടി വൈകുന്നേരം ഈ പറയുന്ന പോത്തിറച്ചിയും മറ്റും മട്ടനും എല്ലാം കഴിച്ചു കൊണ്ടുവരുന്ന ഇവന്റെ ആ കാമം തീർക്കാനുള്ള വെറും ഒരു സെക്സ് ടോയ് മാത്രമാണ് ഇവർ എന്നുള്ളത് ഇന്നിപ്പോൾ കൃത്യമായിട്ട് ഇവിടുത്തെ മുസ്ലിം ജനത മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അബ്ദുൽ സലാം സാറിനെ ഇവർ ബന്ധപ്പെടുന്നത്. കൃത്യമായിട്ടും ഉള്ളാൽ സാർ ഞങ്ങൾ മോദിജിയോടൊപ്പം തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് പബ്ലിക്കായിട്ട് മറ്റൊന്നൊരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹം, ഏറ്റവും കൂടുതൽ ഈ മലപ്പുറം ജില്ലയിലാണ് ഡോക്ടർമാരായിട്ടുള്ള വനിതകൾ ഉള്ളത്. അതുപോലെ ഒരുപാട് ഉയർന്ന പൊസിഷനിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരുപാട് വനിതകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം സൂചിപ്പിച്ച പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ വിവാഹശേഷം ഏകദേശം 1 വർഷം ആകുമ്പോൾ തന്നെ അവർ ഒരു കുട്ടിക്ക് ജന്മം നൽകുകയാണ്. ഈ കുട്ടിക്ക് ജന്മം നൽകുന്നതോടുകൂടി ഇവരെന്തായി മാറുകയാണ്, ഡോക്ടർ ആണെങ്കിൽ അവർ ഡോക്ടർ പരിശീലനം അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്നത് നിർത്തിക്കൊണ്ട് അവർ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണ്. അതുപോലെ ഒട്ടേറെ ഉയർന്ന മേഖലകളിൽ ജോലി ചെയ്യുന്ന മുസ്ലിം യുവതികൾ ഒരു പ്രസവം കഴിയുന്നതോടുകൂടി തന്നെ പൂർണ്ണമായിട്ടും അവർ വീടുകളിലേക്ക് മാറ്റപ്പെടുന്നു, അതല്ലെങ്കിൽ അവരെ ആ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു. കാരണം കല്യാണം കഴിഞ്ഞ സമയത്ത് ഡോക്ടർ ആണെങ്കിൽ അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം കുറച്ചുണ്ടായിരിക്കും. പിന്നെ ഒരു കുട്ടി കൂടി ആയതോടുകൂടി ഇവരെ അടിച്ചമർത്തിക്കൊണ്ട് വീട്ടിലിരുത്തുന്ന ആ സിസ്റ്റം, അത് ഏറ്റവും കൂടുതൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ്. കാരണം അബ്ദുൽ സലാം സാർ എൻ്റെ അടുത്ത് ചോദിച്ചു, ബൈജു ഇവിടെ ഏറ്റവും കൂടുതൽ ഫോർവേഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഏതാണ് എന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്റെ പുട്ടബുദ്ധിയിൽ ഞാൻ പറഞ്ഞു, സാർ നമ്മൾക്കറിയാം ഹിന്ദുക്കൾ, ഞാൻ ഉദ്ദേശിച്ചത് സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അദ്ദേഹം വിദ്യാസമ്പന്നപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, ബൈജു ഇവിടെ ഏറ്റവും കൂടുതൽ പ്രബുദ്ധരായിട്ടുള്ള അതല്ലെങ്കിൽ ഈ പറയുന്ന ഫോർവേഡ് ആയിട്ട് നിൽക്കുന്നത് ക്രൈസ്തവരാണ്. അതിനുശേഷം ഏതെന്നറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു, സാർ ഹിന്ദുസ് ആയിരിക്കും. അല്ല ബൈജു, പിന്നീട് മുസ്ലിങ്ങളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുസം അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ബീവറേജിൽ പോയി നിൽക്കുക. അദ്ദേഹം പറഞ്ഞു, തിരുവനന്തപുരത്തെ RSS അതല്ലെങ്കിൽ BJPയുടെ മുതിർന്ന നേതാക്കളുമായും അദ്ദേഹം തർക്കിച്ച ഒരു വിഷയമൊക്കെ അദ്ദേഹം പറഞ്ഞു. കാരണം ഒരു ബീവറേജിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ കാണാനാവുക ഏറ്റവും കൂടുതൽ അവിടെ വരിക ഹിന്ദു നാമധാരികൾ, ഹിന്ദു ആ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനാവും. അവരവിടെ കുടിച്ചു കൂത്താടി അതല്ലെങ്കിൽ അവരുടെ അന്നത്തെ അധ്വാനത്തിന്റെ ഫലവും അതിന്റെ മേലെയുള്ള ഫലവും കടം വാങ്ങിയിട്ടും കള്ളി വാങ്ങിയിട്ട് കള്ളം മോഷ്ടിച്ചിട്ടായാലും വേണ്ടില്ല, അവരവിടെ മദ്യം വാങ്ങാൻ വേണ്ടി അവിടെ ക്യൂ നിൽക്കുന്ന ആ ബാഹുല്യം മാത്രം മതി ഇവിടെ ഏറ്റവും ഫോർവേഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്നൊന്ന് തിരിച്ചറിയാനും എന്തുകൊണ്ടാണ് ഹിന്ദുസിന് ഇങ്ങനെ ഒരു അനുഭവം വന്നതെന്നും അറിയാൻ പറ്റും. അത്തരത്തിൽ യഥാർത്ഥ മുസ്ലിങ്ങൾ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെയുള്ള വിശ്വാസിയായിട്ടുള്ള ഈ മുസൽമാൻ തന്നെയാണ് ഈ പറയുന്ന അബ്ദുൽ സലാം സാർ. എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി അദ്ദേഹത്തെ ഇന്ന് ഏകദേശം 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഇന്റർവ്യൂ എടുത്ത സമയത്ത്. കാരണം അദ്ദേഹം ഒരു വലിയൊരു സർവകലാശാലയിലെ VC ആയിരുന്നു, വൈസ് ചാൻസലർ ആയിരുന്നു. ഇന്നത്തെ പോലെ ഈ പറയുന്ന പിണറായി വിജയന്റെയോ അതല്ലെങ്കിൽ ഈ രാഷ്ട്രീയ മേലാളന്മാരുടെ അമേദ്യം തിന്നിട്ടായാലും വേണ്ടില്ല സ്ഥാനം നേടിയ VC ആയിരുന്നില്ല അദ്ദേഹം. അദ്ദേഹം കൃത്യമായിട്ടും അദ്ദേഹത്തിന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് VC ആയി നിയമിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അവിടെ എത്ര വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് ആർക്കും അറിയില്ല, അവിടെ എത്ര അധ്യാപകരുണ്ടെന്ന് ആർക്കും അറിയില്ല, അവിടെ എത്ര ബഡ്ജറ്റ് ഫണ്ട് എത്ര വരുന്നുണ്ടെന്ന് ആർക്കും അറിയില്ല, ഇത്തരത്തിൽ ഒന്നും അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, എനക്കറിയില്ല എന്ന് പിണറായി വിജയൻ പറയുന്ന ആ എനക്കറിയില്ല എന്ന് മാത്രമായിരുന്നു അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സമയത്ത്. അതിനുശേഷം ഇന്ന് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാണുന്ന രീതിയിലേക്ക് കുറച്ചെങ്കിലും ആ ഒരു മാറ്റം വരുത്താൻ വേണ്ടി അദ്ദേഹം ചെയ്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ആ ഒരു അഭിമാന പുരസരം തന്നെ ഇന്നിപ്പോൾ അബ്ദുള്ളക്കുട്ടി, നമുക്കറിയാം AP അബ്ദുള്ളക്കുട്ടി BJPയിലേക്ക് വന്ന സമയത്ത് അദ്ദേഹം കോൺഗ്രസിലേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും പോയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും എല്ലാം ഗുണം അറിഞ്ഞുകൊണ്ട് അവസാനം യഥാർത്ഥ ചേരിയിലേക്ക് അദ്ദേഹം എത്തിയ സമയത്ത് കൃത്യമായിട്ടും അദ്ദേഹം ഇന്ന് നാഷണൽ വൈസ് പ്രസിഡന്റ് ആണ് എന്നാണ് എന്റെ അറിവ് BJPയിലെ. അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹം ഇന്ന് എത്രത്തോളമാണ് നമ്മുടെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് നരേന്ദ്രമോദിജി ഇവിടെ ചെയ്യുന്നത്, ആരാണ് നരേന്ദ്രമോദിജി എന്ന് പച്ചയ്ക്ക് പറയുന്നത്. കാരണം നരേന്ദ്രമോദിജിക്ക് മുൻപിൽ മുസൽമാനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഇല്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്
അദ്ദേഹത്തിന് എല്ലാവരും പരിവാരാണ്. അതായത് ഭാരതത്തിലെ ജനങ്ങൾ എല്ലാവരും എന്റെ ബന്ധുക്കളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഭാരതത്തിന്റെ ന്യൂനപക്ഷ ആനുകൂല്യം കൈപ്പറ്റുന്നത് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് എന്നത് മാത്രം മതി നരേന്ദ്രമോദിജിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുസ്ലിങ്ങൾക്കുള്ള ഈ ന്യൂനപക്ഷ പദവി എടുത്തു കളയാലോ. ഇത് അത്ര കണ്ട് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടല്ലോ ലോക്സഭയായാലും രാജ്യസഭയായാലും. അദ്ദേഹം അത് ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറ്റുമല്ലോ. ഈ പറയുന്ന ജനാധിപത്യം എന്നുള്ളത് എടുത്തു കളഞ്ഞുകൊണ്ട് ഇത് മതാധിപത്യമാണ്, ഇത് ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണെന്ന് പ്രഖ്യാപിക്കാം. നമ്മൾക്കറിയാം 50% ആവേണ്ട 40% മുകളിലായി കഴിഞ്ഞാൽ തന്നെ ഓരോ മുസൽമാന്മാരും ഞങ്ങൾ 40 കഴിഞ്ഞാൽ ഞങ്ങൾ മുസ്ലിം രാജ്യമായി പ്രഖ്യാപിക്കും, 50% ആയി കഴിഞ്ഞാൽ ഞങ്ങൾ അത് പിടിച്ചെടുക്കും ആ രാജ്യം, എന്നിട്ട് അവിടെ ഞങ്ങൾ ഭരണം നടത്തും എന്നുള്ളത് എത്രയോ ക്രൈസ്തവ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആ രീതിയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഹിന്ദുവിനെ എന്നോ ഇതാക്കാമായിരുന്നു. പക്ഷെ യഥാർത്ഥ മതേതരത്വം എന്താണെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് മുസൽമാനായാലും ക്രൈസ്തവനായാലും ഈ പറയുന്ന മറ്റേതൊരു കാസ്റ്റ് ആയാലും അവരൊക്കെ ഞങ്ങളുടെ സഹോദരന്മാരാണ്. മാത്രമല്ല ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് ഭാരതത്തിന്റെ സംസ്കാരം. അത് ഹിന്ദുവിന്റെ സംസ്കാരമല്ല. നമ്മുടെ പുരാതന ഋഷിവര്യന്മാരിൽ നിന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഭാരതത്തിന്റെ സംസ്കാരം അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. നമ്മൾക്കറിയാം കൊറോണ എന്ന് പറയുന്ന ഒരു മാരക രോഗം ഇവിടെ നടമാടിയ സമയത്ത് ഭാരതം അതിന്റെ വാക്സിൻ കണ്ടുപിടിച്ച സമയത്ത് ഭാരതത്തിൽ നിന്ന് ഇവിടുന്ന് ഈ വാക്സിൻ പല രാജ്യങ്ങളിലേക്കും പൈസ വാങ്ങിയിട്ടും വാങ്ങാതെയും കയറ്റുമതി ചെയ്ത സമയത്ത് നരേന്ദ്രമോദിജിയോട് ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഭാരതത്തിലുള്ള നിങ്ങളുടെ പ്രജകൾക്ക് പൂർണ്ണമായിട്ടും വാക്സിൻ കൊടുക്കാതെ എന്തിനാണ് നിങ്ങൾ പൂർണ്ണമായിട്ട് അവർക്ക് കൊടുത്തതിന് ശേഷം പോരെ മറ്റു രാജ്യങ്ങളിലേക്ക് കൊടുക്കേണ്ടതെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഈ മലയാള കൂട്ടിക്കൊടുപ്പ് വേശ്യ മാധ്യമങ്ങൾ എഴുതിയില്ല, അത് നാഷണൽ മീഡിയസും ഇന്റർനാഷണൽ മീഡിയാസും പബ്ലിഷ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കെന്തെന്ന് അറിയാമോ? ലോകത്താകമാനം എന്റെ സഹോദരന്മാരാണ്. ലോകത്തിന്റെ ഏതൊരു അറ്റത്ത് ഈ രോഗമുണ്ടെങ്കിൽ പോലും നാളെ മറ്റന്നാൾ അത് വിമാനം കയറി എന്റെ രാജ്യത്തിലേക്ക് വരും. അപ്പോൾ എന്റെ രാജ്യം സുരക്ഷിതമാവണമെന്നുണ്ടെങ്കിൽ എന്റെ ചുറ്റുവട്ടമുള്ള എല്ലാ രാജ്യവും ലോകം ഒന്നടങ്കം സുരക്ഷിതരാവണം. അവിടുത്തെ എല്ലാവർക്കും ഈ രോഗം മാറിയാൽ മാത്രമേ എന്റെ രാജ്യം, എന്റെ ഈ പ്രജകൾ സുരക്ഷിതരാവുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് എന്റെ ഈ രാജ്യത്തെ ഹിന്ദുക്കൾ മാത്രം സുരക്ഷിതരാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. ലോകത്താകമാനമുള്ള തുച്ഛമായിട്ടുള്ള ഹിന്ദു സുരക്ഷിതമാവണമെന്ന് പറഞ്ഞിട്ടില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ള മന്ത്രം. അതിനനുസരിച്ച് തന്നെയാണ് ഇവിടെ ഓരോ ഹിന്ദുവും ഓരോ RSSകാരനും നിങ്ങൾ സംഖ്യയായും ചാണകമായും വിലയിരുത്തിക്കൊണ്ട് ചവിട്ടി തേക്കുന്ന സംഖ്യകളുണ്ടല്ലോ, ആ സംഖ്യ ചെല്ലുന്ന മന്ത്രമുണ്ടല്ലോ, അത് അറിയണമെന്നുണ്ടെങ്കിൽ നീയൊക്കെ ശാഖയിൽ വർഗീയത പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന നീയൊക്കെ ഉണ്ടല്ലോ, ഒരു ദിവസം നീ ആ ശാഖയുടെ വക്കത്തൊന്ന് പോയിരിക്കുക. എന്ത് വർഗീയതയാണ് അവിടെ പഠിപ്പിക്കുന്നതെന്ന് നീ പോയിട്ട് പഠിക്കുക. അവിടെ ഭാരതത്തിന്റെ അമ്മ ഭാരതാംബയായിട്ടാണ് നമ്മുടെ ഈ ഭൂമി ദേവിയായിട്ടാണ് കാണുന്നത്. അത് അവിടെ ഈ സ്ത്രീകളുടെ പേരാണ്. അവിടെ ഭൂമി ദേവനായിട്ടല്ല പറഞ്ഞിട്ടുള്ളത്, ഭൂമി ദേവിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് സ്ത്രീ സംസ്കാരം, അതല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് അവരെ ആരാധിക്കപ്പെടേണ്ട, ഭക്ത്യാദരപൂർവ്വം ബഹുമാനിക്കപ്പെടേണ്ട രത്നങ്ങളാണ് എന്നാണ് അവരുടെ സംസ്കാരത്തിൽ പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന രാത്രി അവന്റെ ഈ പറയുന്ന ഈ കാമം പൂത്തുലയുമ്പോൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല സ്ത്രീകൾ എന്ന് ഈ RSS ആയാലും ഈ ഭാരതത്തിലെ ഓരോ ഭാരതീയന്റെ സംസ്കാരം, ഹിന്ദു സംസ്കാരം, ഹൈന്ദവ സംസ്കാരം, സനാതന ധർമ്മം അത് പറയുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് RSSനെ നിങ്ങൾ എത്ര വേണമെങ്കിലും പുച്ഛിച്ചോളൂ, ചാണകമെന്നോ അതല്ലെങ്കിൽ ഗോമൂത്രമെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞുകൊള്ളൂ. പക്ഷെ നിങ്ങൾ ഈ പറയുന്നതെല്ലാം ബൂമറാങ്ങായി നാളെ നിങ്ങൾ അടുത്തോട്ട് തന്നെ തിരിച്ചു വരും. കാരണം ഇന്ന് ലോകത്ത് ഞാനതിന് ഒരു തെളിവ് പറയാം. ഈ കോഴിക്കോട് മാവൂർ റോഡില് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്, സാന്റമോണിക്ക എന്നാണ് ആ ബിൽഡിങ്ങിന്റെ പേര്. അത് വിദേശത്തേക്കൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ വിടുന്ന, ജോലിക്കൊക്കെ വിടുന്ന അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ്. അതില് ഒരു പെൺകുട്ടി വന്നിട്ട്, ഇപ്പം മിനിഞ്ഞാന്നത്തെ ഒക്കെ പത്രത്തിൽ മൊത്തം ഉണ്ടായിരുന്നു, ഇന്നലെ രാവിലെ മുതൽ 5 മണി വരെ അവൾക്കൊരു ക്ലാസ് ഉണ്ട്, അപ്പൊ മോൾക്കും പോണം. അങ്ങനെ ഞാന് മക്കളും ഒക്കെ ആയിട്ട് ഞാനും ഇക്കായും കൂടി അവിടെ പോയി. മൊത്തം മുസ്ലിം കുട്ടികളാണ് ഇരിക്കുന്നതെല്ലാം, മുസ്ലിം ഉമ്മമാര്. അപ്പൊ ഒരു പെൺകുട്ടി നിന്ന് അങ്ങനെ പറയാണ്. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞതില് രാവിലത്തെ സെക്ഷനില് ഒരു പോയിന്റ് പെൺകുട്ടി പറഞ്ഞു, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇന്ത്യ ഈ 3 രാജ്യങ്ങളിലെയും ഡിഗ്രികൾ ഈക്വലാണ്. അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ പഠിച്ച് നമ്മളിപ്പോ MBBS ഒക്കെ എടുത്തവരാണെങ്കിൽ പോലും വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോയാൽ ഒരു പക്ഷേ മാസ്റ്റേഴ്സ് 1-2 വർഷമൊക്കെ അവിടെയും കൂടി എടുത്ത് പിന്നെ എന്തൊക്കെയോ പ്രൊസീജിയേഴ്സ് ഉണ്ട്, എന്നാൽ മാത്രമേ നമ്മുടെ ഡിഗ്രി ഈക്വൽ ആകൂ. പക്ഷെ ഫ്രാൻസ്, ഇംഗ്ലണ്ട് ഈ 2 രാജ്യങ്ങളും ഇന്ത്യയുടെ ഡിഗ്രി മതി, അത് അംഗീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടി പറയാണ്, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ നരേന്ദ്രമോദി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം,
ഈ രാജ്യങ്ങളുടെ ഡിഗ്രി നമ്മുടെ രാജ്യങ്ങളുടേതിനെ ഈക്വൽ ആക്കി മാറ്റിയത് കൊണ്ട് ഏതാണ്ട് നല്ലൊരു കൗണ്ട് ഓഫ് വിദ്യാർത്ഥികളും പോകുന്നത് യു കെയിലേക്കും ഫ്രാൻസിലേക്കുമാണ്. കാരണം അവര് നമ്മുടെ ഡിഗ്രി അംഗീകരിക്കുന്നു. എന്നിട്ട് ആ പെൺകുട്ടി നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിനു വേണ്ടി ചെയ്ത വിദ്യാർത്ഥികളുടെ വിദൂര വിദ്യാഭ്യാസം, വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെയ്ത ഒട്ടനവധി വിഷയങ്ങൾ എടുത്തങ്ങ് പറഞ്ഞു. അപ്പൊ മുസ്ലിം സ്ത്രീകളൊക്കെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. ചായ ഏതാണ്ട് ബ്രേക്ക് സമയമായി, ഇറങ്ങി. ഇവരൊക്കെ പരസ്പരം ഇങ്ങനെ സംസാരിക്കുവാണ്. അയ്യോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ? നരേന്ദ്രമോദി ഇതൊക്കെ ശ്രദ്ധിക്കലുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. ഇതൊക്കെ സംസാരിച്ചപ്പോഴേക്ക് കുട്ടികൾ എടുത്തങ്ങോട്ട് കാണിക്കുക കാര്യങ്ങള്. അതിലേറെ രസകരമായ മറ്റൊരു വസ്തുത, അവിടെ വന്ന പെൺകുട്ടികളിൽ അധികം ആളുകൾക്കും നോമ്പില്ല. മുസ്ലിം പെൺകുട്ടികളാണ്. ഇനിയും വിദേശത്തേക്ക് തുടർ പഠനത്തിന്, കൂടുതൽ പഠനത്തിന് വേണ്ടിയിട്ട് പോകേണ്ടുന്ന കുട്ടികളാണ്. നോമ്പില്ല. ഈ കുട്ടികൾ മാറി നിന്ന് പറയാണ്, ചായ ഇങ്ങോട്ട് എടുക്ക്, കുടിക്കട്ടെ. അപ്പം ഉമ്മ പറയാ, മോളെ നോമ്പാണ്, ഒതുങ്ങി മാറി നിൽക്ക്. എന്തും അപ്പൊ നിങ്ങളെപ്പ എന്ത് നോമ്പെന്ന്, നിങ്ങൾ നോമ്പ് പിടിക്കുന്നുണ്ടാ? നിങ്ങൾ നോമ്പ് പിടിക്കാൻ കുടിക്കണ്ട, അങ്ങോട്ട് മാറിയുന്നേ, നമ്മൾ കുടിക്കട്ടെ. എന്നിട്ട് ബൈജു ഒരു 10-20 പെൺകുട്ടികളുണ്ട്. അവിടെ നിന്ന് ജ്യൂസും ചായയും വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ അങ്ങ് തിന്നുക. അപ്പൊ ഞാൻ അന്തം വിട്ടിട്ട്, അപ്പൊ ഞാനിങ്ങനെ ആഫ്രിനോട് പറഞ്ഞു പോകുകയാണ്, മോളെ മുസ്ലിം പോപ്പുലേഷനുള്ള നാടാണ്, നിനക്ക് നോമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ നിന്ന് പബ്ലിക്കായിട്ട് വെള്ളവും ജ്യൂസും ഒന്നും കുടിക്കരുത് കേട്ടാ, മോശമാണ് കേട്ടെന്ന്. അപ്പൊ അവൾ എന്നെ എന്തോ വിജയിച്ച ഭാവത്തിൽ ഒരു നോട്ടം. ഞങ്ങളുടെ ജനറേഷൻ നിങ്ങൾ പഠിപ്പിക്കാനൊന്നും വരണ്ട, നമുക്കറിയാം ഇങ്ങനെ പട്ടിണി ഇരിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന്. അപ്പൊ ഇങ്ങനെ കുടിച്ചപ്പോ അതിലൊരു കുട്ടിക്ക് എന്നെ മനസ്സിലായി. അപ്പൊ ഈ പെൺകുട്ടി വന്നിട്ട്, ടീച്ചറല്ലേ, ഞാൻ ഈ തള്ള കാണാതെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് കേട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് പറയാണ്, അല്ല ഞാൻ ടീച്ചറിനെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മനുഷ്യർ ഒരുപാട് മാറി തുടങ്ങിയിരിക്കുന്നു. പിന്നെയും കൊണ്ട് രസകരം ട്വിസ്റ്റ് അതൊന്നുമല്ല, ഈ പെൺകുട്ടികളിൽ അധികം ആളുകളും പിന്നെ ഫുള്ള് മേക്കപ്പിലാണ് വന്നിരിക്കുന്നത്. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട്. പോകാൻ സമയത്തുണ്ട് ബാഗിൽ നിന്ന് ഷാളും മക്കനയും ഒക്കെ വലിച്ചൂരി എടുത്തിട്ട് ഇവരിങ്ങനെ കെട്ടുന്നു. മനസ്സിലായി? അതായത് ഇവര് മാറി തുടങ്ങിയിരിക്കുന്നു. ഇവർക്ക് മനസ്സിലായി നമ്മുടെ രാജ്യം ആരുടെ കരങ്ങളിലാണ് സുരക്ഷിതമായിരിക്കുന്നത് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ നോമ്പ് തുറയ്ക്ക് വിവാദമായൊരു വിഷയം ഉണ്ടായിരുന്നു. റമദാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ചങ്ങനാശ്ശേരി നഗരസഭ വൈകിട്ട് നോമ്പ് തുറയോടനുബന്ധിച്ചിട്ട് ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ, അതായത് സൈറൺ മുഴക്കണം, എങ്ങനെ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു വീഴ്ത്താം. നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവാണ് വിവാദത്തിലായത്. പുത്തൂർ പള്ളിയാണെന്ന് തോന്നുന്നു. മുസ്ലിം ജമാഅത്തിന്റെ അപേക്ഷ പ്രകാരമാണ് മാർച്ച് 23-ാം തീയതി മുതൽ നോമ്പ് അവസാനിക്കുന്നത് വരെ വൈകിട്ട് 6:39 മുനിസിപ്പൽ സൈറൺ മുഴക്കണം. ആലോചിക്കണം എവിടെ വരെയാണ് ഈ മതം എത്തുന്നതെന്ന്. അതായത് അഭ്യസ്തവിദ്യരായ ഒരു വിഭാഗം ആളുകൾ ചിന്തിക്കുന്നു, ഇതെന്തിനാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് മാത്രം, ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം എന്താണ് കൊമ്പം തുമ്പിക്കയോ വല്ലോ ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, വലിയൊരു വിഭാഗം ആളുകള് ഈ മക്കനെയും ഈ തട്ടവും ഇതൊന്നും ഇവർ അംഗീകരിക്കുന്നില്ല. നോമ്പ്, നിക്കാരം ഇതൊന്നും ഇവർ അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ പുരോഗതി എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടാണ് ഇവർ ആലോചിക്കുന്നത്. പിന്നെ ബൈജു മുമ്പ് പറഞ്ഞതില് എനിക്കൊരു തിരുത്തുണ്ട്. ബൈജു പറഞ്ഞു, ഡോക്ടർ അബ്ദുസലാം അല്ലെ, അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മാറിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹമാണെന്ന് പറഞ്ഞില്ലേ? അല്ല ബൈജു, നമുക്ക് തെറ്റിയതാണത്. ഏറ്റവും കൂടുതൽ മാറിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായമാണ്. നമ്മളത് കാണുന്നില്ല. പക്ഷേ പലപ്പോഴും മീഡിയ പ്ലാറ്റ്ഫോമുകളില് അത് ചർച്ചയ്ക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. ടിക്ടോക്ക് ഒന്ന് എടുത്തു നോക്ക്. ഏറ്റവും കൂടുതൽ ടിക്ടോക്കിൽ വൈറലായതാരാ? മുസ്ലിം സ്ത്രീകളാ. അതുപോലെ സ്മ്യൂൾ എന്നും പറഞ്ഞ് പാട്ട് പാടുന്ന ഒരു ആപ്പുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്നത് മുസ്ലിം സ്ത്രീകളാ. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്, ഇന്ന് ഞാനൊരു സെൻസസ് കണ്ട് ഞെട്ടിപ്പോയി, ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ത്രീകൾ അവര് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നു. ആലോചിച്ച് നോക്കിക്കേ. ഏതെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടിയോട് നമ്മൾ പറയാണ്, പ്രൊഫൈൽ പിക്ചർ ഇടല്ലേ, ഹറാമാണ്. ഫോട്ടോ എടുക്കല്ലേ, ഹറാമാണ്. ലിപ്സ്റ്റിക് ഇടല്ലേ, മേക്കപ്പ് ഇടല്ലേ, ആൺ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ ഇടപഴകല്ലേ, നിങ്ങൾ വേണമെങ്കിൽ ഗേൾസ് സ്കൂളിൽ പഠിച്ചോ, ആരംഗീകരിക്കാൻ തയ്യാറാകും? അതായത്
അവർക്ക് മനസ്സിലായിരിക്കുന്നു. നമ്മുടെ TP സുൽഫത്തൊക്കെ എത്ര കണ്ട് പരിശ്രമിക്കുന്നുണ്ട് ഈ കേരളക്കരയിൽ. TP സുൽഫത്ത് കൃത്യമായി പറഞ്ഞു, RSSന്റെ ശാഖകൾ മലപ്പുറത്തിന്റെ മണ്ണിൽ തുടങ്ങണമെന്നാ പറഞ്ഞത്. പബ്ലിക്കായിട്ട് ഭയന്ന് പിന്മാറാനല്ല. അവരിപ്പോ ഉള്ളത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിലാണ്. ഇവര് എന്തെങ്കിലും കാണിച്ച് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാനൊന്നുമില്ല. മദ്രസകളിൽ എങ്ങനെയാണോ ചെറിയ കുട്ടികളെ മതം പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ RSSന്റെ ശാഖകൾ മലപ്പുറത്ത് എമ്പാടും തുറക്കണം. എന്നിട്ട് അവിടെ അവര് സനാതന ധർമ്മം പഠിപ്പിക്കട്ടെ എന്നാ പറഞ്ഞേ. പിന്നെ നമ്മുടെ ബീഗം അല്ലെ, അവരുടെ പേരെന്താണ് ബൈജു? ബീഗം ആശാ ഷെറിൻ. അവര് കൃത്യമായിട്ട് പറഞ്ഞു, RSS ഏതെങ്കിലും ഭക്ഷണത്തിൽ തുപ്പിയതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? BJPക്കാർ ഏതെങ്കിലും ഭക്ഷണത്തിൽ തുപ്പി ഹലാലാക്കി ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇങ്ങനെ അനേകായിരങ്ങള് മനസ്സിലാക്കിയവർക്ക് തുറന്നു പറയാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ കമറുന്നീസ കാടാമ്പുഴയെ കൂടി നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. അതെ, മറ്റവരുണ്ടല്ലോ, മെഹറുന്നിസ അല്ല, മറ്റേ ഈ ചാനലിലൊക്കെ ചർച്ചയ്ക്ക് വരുന്ന നുസ്രത്ത് ജഹാൻ. എന്ത് ഫോർവേഡാണ്. അവരൊക്കെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി സംസാരിക്കുന്നവരാണ്. എന്റെ സിസ്റ്ററുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോ സിസ്റ്റർ പറയാണ്, നരേന്ദ്രമോദി എന്ന് പറഞ്ഞിട്ട് കാർക്കിച്ചൊരു തുപ്പ് കേട്ടാ. എന്നിട്ട് അബ്ദുൽ നാസർ മദനിയെ പോലും അയാൾ വെറുതെ വിടുന്നില്ല. എന്തിനായിരിക്കും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഉടനെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കും, നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ലാത്ത എന്താണ് ഈ ഏക സിവിൽ കോഡ്? ഏക സിവിൽ കോഡ് വന്നാൽ നമുക്ക് പ്രശ്നം എന്താണ്? പറയാനറിയില്ല, മറുപടി പറയാനറിയില്ല. ഇവര് മനസ്സിലാക്കിയിരിക്കുന്നത് ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാല് മുസ്ലിം പുരുഷന്മാരെ മൊത്തം പിടിച്ച് ജയിലിലാക്കൂ എന്നാണ് ഇവര് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഏക സിവിൽ കോഡ്? നമ്മുടെ മതത്തിന്റെ നിയമം അവർ മാറ്റാൻ ശ്രമിക്കുന്നു. ഏതൊക്കെ നിയമങ്ങളാണ് മാറ്റുന്നത്? അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല നിങ്ങളുടെ കെട്ടിയോൻ പോയി 3 കൂടെ കെട്ടിയാലോ? എന്നാ ഞാൻ എന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കും. ശരി. ഇനിയും ഒരു കാര്യമില്ലാതെ തലാക്ക് പറഞ്ഞ് വിട്ടാലോ? എന്നാ ഞാൻ അയാളെ കോടതി കയറ്റും. എന്നാൽ ഇതൊക്കെയാണ് കേട്ടോ സംഭവിക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് എന്താണ് ഏക സിവിൽ കോഡെന്ന് ഞാൻ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഒടുവിൽ റോഡിന്റെ വികസനം വന്നു. പിണറായി, ഞാൻ പറഞ്ഞ റോഡ് വികസനവും പിണറായിയും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. അതറിയണമെങ്കിലേ ചില മന്ത്രിമാരൊക്കെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, ഇത് പിണറായിയുടെ വകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് നോക്കിയാൽ മതി. അത് പെൻഷൻ ഇങ്ങനെ ബൈജു പറഞ്ഞു വന്നപ്പം എല്ലാം അവസാനം ഇവർക്ക് മനസ്സിലായി, കുറച്ചുകൂടി ഇരുന്നാൽ ഞാൻ നരേന്ദ്രമോദിയുടെ ഫാനായി മാറുമെന്ന്. അങ്ങനെ ഇനി മേലിൽ ഈ വിഷയം എന്നോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്നോട് ചൂടായി ആ ടോക്ക് അവിടെ ക്ലോസ് ചെയ്തു. ഇവർക്ക് അറിയാത്തത് കൊണ്ടാണ്. സത്യത്തില് ഇവർ ഇരകളാണ്, ഇവര് പറ്റിക്കപ്പെടുവാണ്. എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞ് പോയി നിന്ന് കൊടുത്താൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോ മലപ്പുറത്തു മാത്രമല്ല, ഈ കേരളത്തിന്റെ മുഴുവൻ ജില്ലകളിലും നല്ലൊരു വിഭാഗം മുസ്ലിം സ്ത്രീകള് നരേന്ദ്രമോദി ഫാനാ. കാരണം അവര് രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് അറിയുന്നു, ഈ രാജ്യത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് അവരറിയുന്നു. നമ്മുടെ രാജ്യം ഇപ്പോ മുമ്പൊക്കെ കാശ്മീരില് കല്ലേറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഉണ്ടാകുമായിരുന്നു. ഇന്ത്യൻ സൈനികരെ ഇവര് കല്ലുപറക്കി എറിയ. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം 0% കല്ലേറുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്താ? കല്ലെറിഞ്ഞാൽ തിരിച്ച് നല്ല രൂപത്തിൽ പണി കിട്ടും. അപ്പൊ രാജ്യം സുരക്ഷിതമാണോ? നമ്മുടെ രാജ്യം ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അധികം മുസ്ലിം സ്ത്രീകളും ചിന്തിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വിദ്യാർത്ഥികൾ ഉണ്ടല്ലോ, ഒരു ടീനേജ് കഴിഞ്ഞവര്, ഇപ്പൊ 18 കഴിഞ്ഞ ആളുകള്, ഇപ്പം 19 എബോയിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഈ 6ാം നൂറ്റാണ്ടിന്റെ മതമോ മതവിശ്വാസമോ ഈ ഗ്രന്ഥമോ ഇതൊന്നും അംഗീകരിക്കുന്നവരല്ല. അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നു. കഴിഞ്ഞ ദിവസം ഞാന് ഈ ജനസേവന കേന്ദ്രത്തിൽ പോയി എന്റെ മോനെ അഗ്നിപഥില് ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോ ആ പയ്യൻ ഒരു ഹിന്ദു പയ്യനാ. ഈ പയ്യൻ എന്നോട് പറയാണ്, ടീച്ചറേ ഇവിടെ വന്ന് ഏതാണ്ട് ഇന്ന് മാത്രം 150ഓളം അപേക്ഷകൾ വന്നു. എല്ലാം മുസ്ലിം പയ്യന്മാര്, 17ഉം 18ഉം വയസ്സുള്ള മുസ്ലിം പയ്യന്മാര്. ആലോചിക്കണം, ഈ അഗ്നിപഥ് ആദ്യം വന്ന സമയത്ത് പള്ളികൾ കേന്ദ്രീകരിച്ച് ഇവരെ വിളിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്, ആരും അഗ്നിപഥിൽ ചേരരുത്. കാരണം ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇവർ ആരെ എതിർക്കേണ്ടത്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്.
അത് മൂന്നും നമ്മുടെ കൊച്ചപ്പ, മൂത്താപ്പ, മാമി, മാമ മക്കളല്ലേ, അവർക്കെതിരെ ആയുധം എടുക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് ഇവർ അതിനെയൊക്കെ വിലക്കിയിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി, അല്ലെങ്കിൽ പട്ടിണി കിടക്കല, പട്ടാളത്തിൽ ചേർന്നിട്ടില്ലെങ്കിൽ പട്ടിണി കിടക്കലേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ആവുന്നത്ര ആളുകൾ അതിലേക്ക് അങ്ങ് കേറിക്കോ, ജോലിയും കിട്ടും, പൈസയും കിട്ടും, ഇനി നമുക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും കിട്ടും. ഇത് കഴിഞ്ഞിട്ട് അതിൽ തുടരണമെങ്കിൽ തുടർന്നാൽ മതി, അല്ലെങ്കിൽ അവര് തരുന്ന ലക്ഷ്യങ്ങൾ വാങ്ങിയിട്ട് നമുക്ക് നമ്മുടെ മേഖലകൾ തിരഞ്ഞെടുക്കാം. ഇങ്ങനെയൊക്കെ നരേന്ദ്രമോദി ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. അവര് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ഈ പയ്യൻ പറയാണ് മുദ്രാ ലോണ്, ഇവർക്ക് അറിയില്ല പല ആളുകൾക്കും. ഞാൻ ഇങ്ങനെ ആളുകൾക്ക് മുദ്രാ ലോണിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഒരുപാട് പദ്ധതികൾ. നമ്മുടെ പേരിൽ 2 സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടോ? വർഷത്തിൽ ഇത്ര 1000 രൂപ നമുക്ക് കിട്ടുന്നു കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണെന്ന് പറഞ്ഞിട്ട് ഈ പയ്യൻ ഇങ്ങനെ വരുന്ന ആളുകളെയൊക്കെ കൺവിൻസ് ചെയ്യാണത്രേ. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനിപ്പോ ജീവിക്കുന്നത് മുസ്ലിം റിജിഡ് ആയിട്ടുള്ള ഒരു ജില്ലയിലാണ്, കോഴിക്കോട്. അപ്പൊ അവിടെ ഒരുപാട് ആളുകൾ എന്നോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയാം ജാമിദ, നീ പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം, പക്ഷേ ഇപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല. ഈ സാന്റമോണിക്കയുടെ ക്ലാസ്സിൽ വന്ന കുട്ടികള്, ഈ ഒരു കുട്ടിയുണ്ട് ഇങ്ങനെ ഷാൾ ഇങ്ങനെ വലിച്ച് പോകാൻ സമയത്ത് ബാഗിൽ നിന്ന് വലിച്ചെടുത്തിട്ട് തലയിലിടുന്നു. ഞാൻ ചോദിച്ചു എന്ത് പരിപാടി മോളെ? ജോലി എന്ന് ആയിക്കോട്ടെ ടീച്ചറെ, എന്നിട്ട് വേണം ഇത് വലിച്ചെറിയാൻ. ഇപ്പൊ ഇവരുടെയൊക്കെ കീഴിൽ ജീവിക്കുന്നേ, ഇപ്പൊ ഈ പണമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ഒന്ന് കണ്ണിതൊക്കെ കാണിച്ച് എനിക്ക് കൈയൊക്കെ തന്നിട്ട് ഈ കുട്ടി കയറിപ്പോയി. അദ്ദേഹം പറഞ്ഞത്, സ്വയം പര്യാപ്തരായി കഴിഞ്ഞാൽ നല്ലൊരു വിഭാഗം ആളുകൾക്ക് മനസ്സിലാകും, അവർ ആദ്യം അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, അവര് സ്വതന്ത്രരാകട്ടെ, അവർ സ്വയം പര്യാപ്തരായി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകളും, ഇന്ന് എല്ലാ മുസ്ലിം സ്ത്രീകളും ഒരു എക്സ്ട്രാ ഇൻകം നേടുന്നുണ്ട്. ബൈജു, ഈ കോഴിക്കോട് ബൈജു എപ്പോഴെങ്കിലും വന്നാൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീടിന്റെ അടുത്തൊക്കെയുള്ള ബേക്കറികളിൽ ഉണ്ടല്ലോ എന്തെല്ലാം പലഹാരങ്ങളാണെന്നാ. ഇത് അവൻ പറയുന്നതാണ്, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ പറയുന്നതാണ്, വീട്ടിലിരിക്കുന്നു സ്ത്രീകള്, അവരെന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു, അവർക്കൊരു വരുമാനം ആകട്ടെ. നോക്കുമ്പോ ഒരു സ്ത്രീ 500 ചപ്പാത്തിയാണ് ഒരു ദിവസം ഉണ്ടാക്കുന്നത്. ഈ പെണ്ണിന് ഇയാള് കൊടുക്കുന്നത് 6 രൂപയാണ്, ഇവൻ വെക്കുന്നത് 10 രൂപയ്ക്കാ. ആ പെണ്ണിന് ഇതിന് 2.5 രൂപയെ ചെലവ് വരുന്നുള്ളൂ. സാധനവും ഇവരുടെ എഫേർട്ടും ഇന്ധനവും എല്ലാം കൂടി 500 രൂപ, 500 എണ്ണമാണ് ഇവർ ഉണ്ടാക്കുന്നത് ചപ്പാത്തി. ഒരു എക്സ്ട്രാ ഇൻകം അവർ നേടുവാണ്. അങ്ങനെ സ്വയം പര്യാപ്തരായ സ്ത്രീകളെ ഇനി അരിവാൾ ചുറ്റിയേക്ക് പോയി കുത്തിക്കോ, ഏണിക്ക് പോയി കുത്തിക്കോ എന്ന് പറഞ്ഞ് ഇവർക്ക് അടക്കിയിരുത്താൻ പറ്റില്ല. ഈ കൊറോണ കാലം വന്ന സമയത്ത് മുസ്ലിം എന്നല്ല പുരുഷന്മാർക്ക് ജോലികളില്ല. അപ്പൊ സ്ത്രീകളാണ് ഓരോ ജോലികൾ കണ്ടെത്തുകയാണ്. ഞങ്ങളുടെ വീടിന്റെ അടുത്തുണ്ട് ഒരു റസിയ എന്ന് പറയുന്ന ഒരു ഇത്ത, 5 വീട്ടിലാണ് വീട്ടുജോലി ചെയ്യുന്നത്. രാവിലെ തുടങ്ങും. അവര് പറയണ എന്ത്, ഒരു വീട്ടിൽ പോയാൽ എനിക്ക് 300 രൂപ കിട്ടും, 3 15 ഒരു ദിവസം ഞാൻ 1500 രൂപ ഉണ്ടാക്കും. എങ്ങനെയുണ്ട്? അവരെ നിയന്ത്രിക്കാൻ ഇവരെ കൊണ്ട് പറ്റുമോ? പണ്ടത്തെ പോലെ ഇവര് കൊണ്ട് കൊടുക്കുന്ന 1 കിലോ അരിയും 50 രൂപയുടെ മത്തിയും തിന്നുകൊണ്ടിരിക്കുന്നവരല്ല. അതുകൊണ്ട് ഇന്ന് അവരെ വളരെ ധീരരാണ്. അതുപോലെ അഭിപ്രായങ്ങൾ എടുക്കാൻ, തീരുമാനങ്ങൾ എടുക്കാൻ, എവിടെയും അവരുടെ നിലപാടുകൾ തുറന്നു പറയാൻ അവർ ശക്തരാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വലിയ ഒരു വിഭാഗം മുസ്ലിം സ്ത്രീകൾ BJP-യിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുവാണ്, സംശയമില്ല. എന്തായാലും സത്യം ഒരുപാട് നാളൊന്നും മറച്ചു പിടിക്കാനാവില്ല. നമ്മൾക്കറിയാം, അടയ്ക്കയാണെങ്കിൽ നമ്മുടെ അരക്കെട്ടിൽ വേണമെങ്കിൽ അരയിൽ നമുക്ക് കെട്ടിവെക്കാം. പക്ഷെ അത് അടയ്ക്കാമരമായി കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും പിടിച്ചു നിർത്താനാവില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ മുസ്ലിങ്ങൾ ഇത്ര കണ്ട് BJP എന്ന് പറയുന്ന പാർട്ടിയെ പുണരുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ മാത്രം എടുക്കേണ്ട, ഉത്തർപ്രദേശിൽ എത്ര കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുക. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ നിന്ന് BJP-യുടെ താമര ചിഹ്നത്തിൽ തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സ്ഥാനാർത്ഥികളായിട്ടുള്ള BJP താമര ചിഹ്നത്തിൽ നിന്നിട്ടുള്ള ആളുകൾ ജയിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള മന്ത്രിസഭയാണ് യോഗി ആദിത്യനാഥിന്റേത്. മാത്രമല്ല ഇന്നിപ്പോൾ അയോധ്യ ക്ഷേത്രത്തിനെതിരെയൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടെ മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങളും അതുപോലെ വിദേശത്തിരിക്കുന്ന പ്രവാസികളായിട്ടുള്ള മലയാളി മുസ്ലിങ്ങളും അത്തരത്തിൽ എത്ര കണ്ടാണ് വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ ആ ഒരു സ്പർദ്ധ
ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ആ സംസ്ഥാനമുണ്ടല്ലോ, നിങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള മുസ്ലിങ്ങളുള്ള ആ സ്ഥലം, അവിടെയുള്ള ആ അയോധ്യ ക്ഷേത്രത്തിന്റെ ചുറ്റളവിൽ ഈ അയോധ്യ ക്ഷേത്രം കൊണ്ട് തന്നെ എത്ര മുസ്ലിങ്ങളുടെ എത്ര കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വർഗീയതയും അതുപോലെ മതത്തിന്റെ ആ കിതാബ് പുഴുങ്ങി തിന്നുകൊണ്ട് മതവർഗീയത മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് ആർട്ടിക്കിൾ 370 പ്രകാരം കാശ്മീരിനെ നിങ്ങൾ എങ്ങനെയാണോ അടക്കി ഭരിച്ചത്, ആ രീതിയിൽ കാശ്മീർ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ കേരളം എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം, അതിനെ നിങ്ങൾ കട്ടിംഗ് സൗത്ത് എന്നും മറ്റേ ഏത് രീതിയിൽ വെട്ടിമുറിക്കുന്ന രീതിയിലേക്ക് രാജ്യമാക്കി പ്രഖ്യാപിക്കുന്ന രീതിയിലേക്കൊക്കെ മാറിക്കൊണ്ട് നിങ്ങൾ എത്ര മാറിക്കഴിഞ്ഞാലും ഒരു നാൾ ധർമ്മം പുലരുക തന്നെ ചെയ്യും. അത് നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയോ അതല്ലെങ്കിൽ അമിത്ഷാ ആയാലും യോഗിജി ആയാലും വ്യക്തികളുടെ പേരുകൾ മാറും അവിടെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ധർമ്മത്തിന്റെ പ്രസ്ഥാനമായിട്ട് ഇന്ന് ലോകം കാണുന്ന ധർമ്മത്തിന്റെ പടയാളികളായിക്കൊണ്ട് കൃത്യമായിട്ടും ഇല്ല, ധർമ്മത്തിന്റെ പടയാളികളായിക്കൊണ്ട് RSSനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ എത്ര പരിഹസിച്ചാലും എത്ര ചവിട്ടി താഴ്ത്തി കഴിഞ്ഞാലും അവർ ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. അത് യേശുദേവന്റെ ഉയർത്തെഴുന്നേൽപ്പ് പോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രതിപാദിക്കാം. അതല്ലെങ്കിൽ ഈ പറയുന്ന ചാണകത്തിൽ ചവിട്ടി നിങ്ങൾ ചാണക സംഘികൾ എന്ന് വിളിക്കുന്ന നിങ്ങളുടെ ഉപ്പൂപ്പമാർ പണ്ട് കാലങ്ങളിൽ ചവിട്ടിയ ചാണകം, ആ ചാണകത്തിൽ ചവിട്ടിയതുകൊണ്ട് അവരുടെ കാലിന് വല്ല അസുഖമുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഉമ്മമാരോട് ഉപ്പൂപ്പമാരോട് ചോദിച്ചാൽ മതി. എനിക്കറിയാം, എന്റെ കുഞ്ഞുനാൾ മുതൽ ഞാനൊക്കെ വളർന്നിട്ടുള്ള വീട്ടിലും ചാണകമായിരുന്നു തേച്ചത്. അന്നത്തെ കാലത്തുള്ള ആളുകളുടെ ആ ഒരു ഉദര രോഗം അതല്ലെങ്കിൽ ആ ഒരു സ്കിന്നിന്, കാലിന്റെ താഴെ വരുന്ന ആ സ്കിന്നിന് വരുന്ന രോഗം അന്നൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. ഇന്ന് അമേദ്യത്തിൽ ചവിട്ടിക്കൊണ്ട് ഈ ചാണകത്തെ പരിഹസിക്കുന്ന നിങ്ങൾ, സംഘികളെ പരിഹസിക്കുന്ന നിങ്ങൾ, ഒരു നാൾ നിങ്ങളും സംഘിപ്പട്ടം അണിയുക തന്നെ ചെയ്യും. നിങ്ങൾ ഒരു നാൾ നിങ്ങളെയും ഞങ്ങൾക്ക് ജി എന്ന് കൂട്ടി വിളിക്കേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും ചൊറിയാതെ വയ്യ എന്നുള്ള സെഷൻ തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് കരുതുന്നു. പത്മജ കഴിഞ്ഞ ദിവസം പത്മചേച്ചി നമ്മൾ ആ വീഡിയോ എടുത്തിട്ട് റിവ്യൂ ചെയ്തിരുന്നു. അങ്ങോട്ട് തിരിയുമ്പോഴും സ്ത്രീകൾ, ഇങ്ങോട്ട് തിരിയുമ്പോഴും സ്ത്രീകൾ, മുന്നോട്ട് നോക്കിയാലും സ്ത്രീകൾ, പിന്നോട്ട് നോക്കിയാലും സ്ത്രീകൾ. ഈ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് ആരാണ് എന്ന് അവർക്കറിയാം. നമ്മളൊക്കെ യൂട്യൂബേഴ്സാണ്. ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ഇൻകം വാങ്ങുന്നത് ഒരു മുസ്ലിം സ്ത്രീയാണ്, ഷമീസ് കിച്ചൺ. നമുക്കറിയാം. ഒരു പക്ഷേ കേരളത്തിൽ അവരെ അറിയാത്ത ആരും ഉണ്ടാകില്ല. ഇന്ന് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ധാരാളം ഷോർട്ട് ഫിലിംസ് വരുന്നുണ്ട്. ഒരു ഉമ്മയും മകളുമാണ്, ഇവര് തട്ടമൊക്കെ ഇട്ട് സുന്ദരികളായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഈ പെൺകുട്ടി ഇന്ന് കണ്ടൊരു ഷോർട്ട് ഫിലിമാണ്. ഈ പെൺകുട്ടി വന്നു നിന്ന് നഖം വെട്ടുവാണ്. മോളെ, നീ പീരിയഡ്സ് അല്ലേ, നഖം വെട്ടുകയാണോ? ഈ പെൺകുട്ടി വേണ്ട, അങ്ങ് പോയി. കുറച്ച് കഴിയുമ്പോൾ ഈ പെൺകുട്ടി തല ചെയ്യുന്നു. അപ്പോഴും ഈ ഉമ്മ വന്ന് ചോദിക്കുന്നു, മോളെ നീ പീരിയഡ്സ് അല്ലേ, നീ എന്താണ് ഇങ്ങനെ? അതായത് പണ്ട് ഒരു വിസ്പർ വേണം, അതല്ലെങ്കിൽ ഒരു പാഡ് വേണം, ഒരു സ്റ്റേ ഫ്രീ വേണം എന്നൊക്കെ പോയി ചോദിക്കാൻ മടിച്ചിരുന്നു കടകളില്. മിണ്ടാതെ ഇങ്ങനെ നിൽക്കും. ഇവരൊക്കെ പോയിട്ട് വേണം ഈ സാധനം ചോദിച്ചു വാങ്ങിക്കാൻ. ഇന്ന് അങ്ങനെയല്ല. പെൺകുട്ടികൾ വന്നിട്ട് മൂഡ്സ് ഉണ്ടോ, 2 സ്റ്റേ ഫ്രീ എടുത്തോ, ഇങ്ങനെ പെൺകുട്ടികൾ പറയുന്നതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ മുസ്ലിം സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് ആരാണെന്ന് ഇവർക്കറിയാം. ഒരു വനിതാ മതിൽ കെട്ടിയത് കൊണ്ടോ സ്ത്രീകൾ വരട്ടെ എന്ന് പറഞ്ഞത് കൊണ്ടോ ഒരിക്കലും ആഗ്രഹം. നമുക്കറിയാം, ഒരു കുടുംബശ്രീ സംഗമത്തില് പുരുഷനും സ്ത്രീയും തുല്യരാണ് എന്ന് പറഞ്ഞതുപോലും പിൻവലിക്കേണ്ടി വന്ന നാടാണ് നമ്മുടെ നാട്. അതിന് മുൻപന്തിയിൽ നിന്ന് പിണറായി വിജയനാണ്. പിന്നെ ഏത് രൂപത്തിലാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്ന് ഇതൊക്കെ അറിയാം. സ്ത്രീകൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവര് മനസ്സിലാക്കുന്നു, നമുക്ക് ഒരു ഇൻകം വേണം, നമുക്ക് ഒരു പക്ഷേ പഠിക്കാൻ മിടുക്കരായിരുന്നിരിക്കാം, സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടാകില്ല, അന്ന് അതിന്റെ പരിതസ്ഥിതി അവരെ അനുവദിച്ചിട്ടുണ്ടാകില്ല, അവര് കലാകായിക രംഗത്ത് മിടുക്കന്മാരായേക്കാം. അതൊക്കെ ആ മികവൊക്കെ അവർക്ക് ഇന്ന് കാണിക്കാൻ നല്ല ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇപ്പൊ എമിറ്റേറ്റിങ്, ബൈജു കേട്ടോണ്ടോന്നറിയില്ല, ഒരു നിഷാർ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. നിഷാർ എന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഭയങ്കര ഫാമിലി സ്കിറ്റുകളാണ് ചെയ്യുന്നതെല്ലാം. മനുഷ്യന് വളരെ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങള് ആ പെണ്ണിനോട് ഇവരൊന്ന് ചെന്ന് പറഞ്ഞു നോക്കട്ടെ. അതെ, സോഷ്യൽ മീഡിയയിൽ വരരുത്, അത് ഹറാമാണ്, അത് പാടില്ല എന്നൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഒരു പക്ഷേ ഈ പെണ്ണിന്റെ കയ്യിൽ നിന്നായിരിക്കും ഇവർ നല്ലൊരു ഫണ്ട് പള്ളിയിലേക്ക് വാങ്ങുന്നത്. നോമ്പ് തുറക്കാൻ ഒരു ദിവസത്തെ കഞ്ഞി ചിലപ്പോൾ ഇവരുടെ വകയായിരിക്കും. ഇവര് എവിടെയൊക്കെയാണോ വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആ വിലക്കുകളെയൊക്കെ പൊട്ടിച്ചുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ മുന്നേറിയിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലകൾ, കലാകായിക രംഗങ്ങൾ, എല്ലാ മേഖലകളും ഇവര് മുന്നേറിയിട്ടുള്ളത്
ഒരു പക്ഷേ ഈ സർക്കാർ ഭരിക്കുന്നുണ്ടായിരിക്കും, ഇവർക്ക് മനസ്സിലാകും ഇസ്ലാമിക രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഇപ്പോൾ. നമ്മൾ അഫ്ഗാനിലായിരുന്നെങ്കിലോ, അതല്ലെങ്കിൽ നമ്മൾ സിറിയയിലോ, ഇറാനിലോ, പാകിസ്ഥാനിലോ, അഫ്ഗാനിസ്ഥാനിലോ ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് അവർക്കറിയാം. ഇന്ന് എത്ര പെൺകുട്ടികളാണെന്ന് നോക്കിക്കേ. ജോഷ് ടോക്ക് ബൈജു ശ്രദ്ധിക്കാറുണ്ടോ? എത്ര മുസ്ലിം പെൺകുട്ടികളാണെന്നോ വന്ന്. ഇപ്പൊ നമുക്കറിയാം ഒരു ജിം ട്രെയിനർ ഉണ്ടായിരുന്നു, ജാസ്മിൻ എം മൂസ. എനിക്കറിയുന്ന പെൺകുട്ടിയാണ്. പെൺകുട്ടിക്ക് ഒരിക്കൽ ബാംഗ്ലൂരിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് ഞാനാ പരിഹരിച്ചത്. അപ്പം ഈ പെൺകുട്ടി ഒരു കല്യാണം കഴിക്കുന്നു. ആദ്യത്തെ ദിവസം തന്നെ ഈ പെൺകുട്ടിയെ വളരെ ക്രൂരമായി ലൈംഗികമായിട്ട് കണ്ട് ഉപയോഗിച്ചിട്ട് ഡിവോഴ്സ് ചെയ്യുന്നു. രണ്ടാമത് ഗർഭിണിയായ സമയത്ത് വയറ്റിൽ ചവിട്ടി അബോർഷനാക്കുന്നു. ഈ പെൺകുട്ടി ഒന്ന് നിവർന്നു നിന്നു. ഞാൻ പഠിച്ചത് ജിംനേഷ്യത്തിലല്ലേ, ഞാനൊരു നല്ല ട്രെയിനർ അല്ലേ. കളഞ്ഞു, പെൺകുട്ടി ബാംഗ്ലൂർ പോയി. അത് ആ രൂപത്തിൽ മികവ് തേടി കയറി വന്നതുകൊണ്ട് അത് വിജയത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിയത്. ഞാൻ പറഞ്ഞത് ഇവരെ ഒരുപാട് തടയിടാൻ പറ്റില്ല, ഇവർക്ക് വിലക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഇവരെ എത്ര പേരെന്ന് പറഞ്ഞ പള്ളി വിലക്കും. ബൈജു കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നു, ബിഗ് ബോസിൽ 6 മുസ്ലിം പെൺകുട്ടികൾ ഉണ്ടെന്ന്. ഈ 6 മുസ്ലിം കുടുംബം മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നു അല്ലെ. അവരവിടെ പർദ്ദയും മക്കനെയും ഇട്ടിട്ട് മുസ്ലിം നിസ്കരിക്കാൻ പോയതാണോ? അവര് പോലത്തെ ടാസ്കുകൾ ചെയ്യാൻ പോയതാ. അവരുടെ സ്കിൽ എന്താണ് എന്ന് പബ്ലിക്കിനെ കാണിക്കാൻ പോയതാ. അതുവഴി ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കാൻ പോയതാ. ഈ 6 കുടുംബങ്ങളെ സമൂഹം അകറ്റി നിർത്തും, പോടാന്ന് പറയും. ചിലപ്പോൾ പള്ളി കമ്മിറ്റിക്കാർ വരും, എന്തെങ്കിലുമൊക്കെ തേങ്ങാക്കൊലയും കൊണ്ട് നിങ്ങളെ പള്ളി വില പോടാന്ന് പറയും. കാരണം പണമാണ് മുഖ്യം. ഇപ്പൊ ഞാൻ ഇവിടെ കാപ്പാട് വരുന്ന സമയത്ത് അബ്ദുൽ അലി മാഷ് വളരെ അത്ഭുതം തോന്നിയിട്ടുള്ള ഒരാളാണ്. ആ മനുഷ്യൻ വന്നു. ഞാൻ ആദ്യം കാണുന്നത് അടുത്ത വീട്ടിലേക്ക് ഈ മനുഷ്യനാണ് വെള്ളം കൊടുക്കുന്നത്. പൈപ്പ് ഇട്ടിട്ട് ഇവിടെ മോട്ടർ ഇടും, അവരുടെ ടാങ്ക് നിറയും, നമ്മുടെ ടാങ്ക് നിറയും. അങ്ങനെയാണ്. അപ്പോ ഞാനായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത്. അപ്പൊ പറഞ്ഞു, എന്റെ മനസ്സിന് അവര് നമ്മുടെ വെള്ളം കുടിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അല്ലാതെ അള്ളാഹു തരുമെന്ന് വിചാരിച്ചിട്ടില്ല. നോക്കുമ്പോ ആ പള്ളിയിലെ മുത്തവല്ലി എന്നാണ് ഇവര് പറയാ, മെയിൻ ഉസ്താദ്. ഈ ഉസ്താദൊക്കെ നമ്മുടെ വീട്ടിൽ വരും, ചായ കുടിക്കും, വെള്ളം കുടിക്കും, ഭക്ഷണം കഴിക്കും, ഒരുപാട് സമയം ഇരുന്ന് സംസാരിക്കും. പല ആളുകളും നിയമപരമായി മതപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ സമീപിക്കും. പള്ളിക്ക് സക്കാത്തും കൊടുക്കും എല്ലാ വർഷവും. ഈ മനുഷ്യനൊരു പേരെടുത്ത യുക്തിവാദിയാ. ഈ കാപ്പാട് അബ്ദുൽ അലി മാഷ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും, പേരെടുത്ത യുക്തിവാദിയാ. അയാൾക്ക് ഒരു ഭ്രഷ്ടുമില്ല. കാരണം എന്താ? അവര് ഫിനാൻഷ്യലി ഡെവലപ്പാ, അവരൊരു വെൽത്തി ഫാമിലിയാ. 3 പെൺകുട്ടികൾ, 3 പേരെയും വിവാഹം കഴിച്ചത് ഗവൺമെന്റ് സർവീസ് ഉദ്യോഗസ്ഥരാണ്. ഈ 3 പെൺകുട്ടികളും ഗവൺമെന്റ് എംപ്ലോയീസാ. അവർക്ക് പണമുണ്ട്. മൂത്ത മകളുടെ 2 മക്കളും ഡോക്ടേഴ്സാ, രണ്ടാമത്തെ മകളുടെ 2 മക്കളും എഞ്ചിനീയേഴ്സാ. അപ്പോ പണമാണ് എല്ലാത്തിനും മീതെ. പാവങ്ങൾക്കെതിരെ മാത്രമേ ഇവര് കുതിര കയറും. ഇന്ന് വരെ നമ്മുടെ ജബ്ബാർ മാഷിനെ പള്ളി വിലക്കിയിട്ടുണ്ടോ? ഇല്ല. അതായത് പണമുള്ളവർക്ക് എന്തുമാകാം. അപ്പൊ ഈ 6 പെൺകുട്ടികൾ ബിഗ് ബോസിലേക്ക് പോയി. ഈ 6 പെൺകുട്ടികളുടെ വീട്ടുകാരുടെ മുമ്പിലേക്ക് ഇവർ ഒരു ഉമ്മാക്കിയും കൊണ്ടും പോകില്ല. കാരണം ഇവരൊക്കെ അത്യാവശ്യം അവരുടെ മേഖലകളിൽ നൈപുണ്യം നേടിയിട്ടുള്ള ആളാണ്. മമ്മൂട്ടിനെയും കൂടെ എടുത്തു പറയണം. മമ്മൂട്ടിയൊക്കെ ഇവർക്ക് ഹലാലാണ്, ഹറാമല്ല. എന്തായാലും ഇതില് അവസാനത്തെ ഒരു ഇപ്പൊ അതെ, ദുൽഖർ മമ്മൂട്ടിയുടെ മോനെ വളർത്തു നായയെ കൊണ്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇവർക്ക് ഒരു കുഴപ്പമില്ല. ഒരിക്കലും ചേകനൂർ അനുസ്മരണത്തിന് മാമുക്കോയായ വിളിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോടുകാരനാണ്. കോഴിക്കോട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞെട്ടിക്കുന്നതാണ്. ആദ്യം ഇവർക്ക് എന്നോട് പുച്ഛമായിരുന്നു. പിന്നെ ഞാൻ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പള്ളി കമ്മിറ്റിയുടെ സംഭാവനയ്ക്കും ആര് ഭരിച്ചാലും പിരിവിനും നോമ്പ് കാലത്ത് അപ്പൊ എന്റെ പൈസയൊക്കെ ഇവർക്ക് കൊള്ളാം. ഞാൻ ആരുടെ കൂടെ അഭിനയിച്ചാലും ഏത് ഹറാമായ രൂപത്തിൽ പോയാലും കുഴപ്പമില്ല. പണമാണ് മുഖ്യം. ബിഗില് ഇപ്പൊ ടീച്ചർ പറഞ്ഞ കൂട്ടത്തില് ഇപ്പൊ സാനിറ്ററി പാഡിന്റെ കാര്യം പറഞ്ഞപ്പോ അല്ലെ, ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ നമ്മളെ കേരളത്തിലൊക്കെ അത് അത്യാവശ്യം അതില്ലാത്ത കുട്ടികളൊന്നും ഇല്ല എന്ന് പറയാം. പക്ഷെ ഉത്തരേന്ത്യയിൽ അതുപോലെ ഹിന്ദി ബെൽറ്റുകളിലൊക്കെ ഉള്ള പെൺകുട്ടികൾ ഒരു തുണി പോലും ഈ സമയത്ത് വെക്കാൻ പറ്റാത്ത, അത്ര സൗകര്യം പോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ മോദിജി 2 രൂപയ്ക്കുള്ളിൽ ഈ നാപ്കിൻ ലഭ്യമാക്കിയത്. അതായത് ഏറ്റവും ചെറിയ കാര്യം എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഏറ്റവും വലിയ കാര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ച്. അതുപോലും അദ്ദേഹം മനസ്സിലാക്കി ചെയ്തു എന്നുള്ളൊരു പോയിന്റ് കൂടി കൂട്ടിച്ചേർക്കുകയാണ്. എന്തായാലും ഇതിലൊരു സുഡാപ്പി, സ്വന്തം പേര് കാണിക്കുന്നില്ല, ഹാപ്പി മാൻ എന്ന് പറഞ്ഞുകൊണ്ട് വല്ല മമ്മദോ ജബ്ബാറോ ഉസ്താദോ അതൊക്കെ ആയിരിക്കും. എന്തായാലും ഇവനിട്ടൊരു കമന്റ് ഉണ്ട്, മതഭ്രാന്ത് അല്ലാതെ ഒന്നും ജാമിതക്കില്ല എന്നുള്ളത്. മതഭ്രാന്ത് അല്ല സുഡാപ്പി, അതല്ലെങ്കിൽ മതഭ്രാന്ത് അല്ല ജിഹാദി, മതഭ്രാന്തന്മാരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഹാപ്പി മാൻ എന്നുള്ളതിന്റെ പേരിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സുഡാപ്പി, ഒരു മമ്മദ്, ഒരു മമ്മൂഞ്ഞ്, ഈ മഹോന്നതൻ എന്നൊക്കെ വേണമെങ്കിൽ നിന്നെ വിളിക്കാം. ആ പേര്, സ്വന്തം പേര് പോലും സ്വന്തം
സ്വന്തം ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താൻ ധൈര്യമില്ലാത്ത ഒരു പീറ, ഒരു അമേദ്യത്തിൽ പുളയ്ക്കുന്ന ഒരു കൃമി. അതുകൊണ്ട് നിന്നെ പോലെയുള്ള മതഭ്രാന്തന്മാരെ ഇവിടെ കൃത്യമായിട്ട് വിളിച്ച് പറയുകയാണ് ജാമിത ടീച്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് മതഭ്രാന്ത അല്ലാതെ ഒന്നും ജാമിതയ്ക്കില്ല എന്നല്ല, മതഭ്രാന്തന്മാരെ വലിച്ചു കീറുകയല്ലാതെ ജാമിത ടീച്ചർക്ക് ഒന്നുമില്ല എന്നുള്ളത് നിന്റെ വീട്ടുകാർ, നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഒരു നാൾ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞുകൊള്ളു. എന്തായാലും തൽക്കാലം നമ്മൾക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. വീണ്ടും നമ്മൾ ചൊറിയാതെ വയ്യ എന്നുള്ള നാളെ 8 to 9 വരെ എല്ലാവരും മാക്സിമം പ്രേക്ഷകരിലേക്ക് എല്ലാ വീഡിയോകളും എത്തിക്കേണ്ടത് മാന്യ പ്രേക്ഷകരിലേക്ക് ഇടുകയാണ്. കാരണം ഇത് ചൊറിയാതെ ഇതുപോലെയുള്ള ഒരുപാട് ചൊറിച്ചി കൃമികൾ, ഒരുപാട് ചൊറിച്ചി പുഴുക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ചൊറിച്ചി പുഴുകളുടെ ആ ചൊറിച്ചിൽ മാറ്റി കൊടുക്കുക തന്നെയാണ് നമ്മുടെ ദൗത്യം. അത് തന്നെയാണ് നമ്മുടെ ചൊറിയാതെ വയ്യ. എന്തായാലും എല്ലാവർക്കും ഒരുപാട് ശുഭ രാത്രി നേരുകയാണ്. ടീച്ചറെ വൈൻഡ് അപ്പ് ചെയ്തോളാം. അല്ല, നമുക്ക് വീണ്ടും ഇതുപോലെ ചൊറിയാനുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും ഒരിക്കലും നമുക്കത് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്കും വിഷയങ്ങൾ നിർദ്ദേശിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഞങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ചൊറിയാതെ വയ്യ എന്ന ഒരു ഹൃദ്യമായ എപ്പിസോഡുമായി നാളെ വീണ്ടും നേരിൽ സന്ധിക്കും വരെ വണക്കം.